വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ബഹുമാനപ്പെട്ട ഉസ്താദ്മാർ, KCR റേഡിയോ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കൾ, എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഡോക്ടർ ആസു അബൂബക്കർ. എന്തായാലും നിങ്ങളൊരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യിപ്പിച്ചാൽ ആദ്യം തന്നെ ക്ഷമാപണം ചെയ്യുന്നു. പിന്നെ എന്താ, ലാപ്ടോപ്പിന് മൈക്കിനൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. കുറച്ച് ദിവസം മുമ്പ് തന്നെ നമ്മൾ മുഹമ്മദ് കുട്ടി സാഹിബ് മൈക്കിൽ വരാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നും ഇതേപോലെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മൈക്കിന് കുഴപ്പമുണ്ട്. പിന്നെ ഈ മെസ്സഞ്ചർ വീണ്ടും റീഇൻസ്റ്റാൾ ചെയ്ത് സൗണ്ട് സിസ്റ്റം വീണ്ടും റീഇൻസ്റ്റാളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഒരിക്കൽ മൈക്ക് എടുത്ത് പിന്നെ രണ്ടാമത് റിലീസ് ചെയ്തിട്ട് വീണ്ടും മൈക്കിലേക്ക് വരാൻ വരുമ്പോൾ ഇപ്പൊ എങ്ങനെ അപ്പൊ രണ്ടാമത് മൈക്ക് എടുക്കുന്ന സമയത്ത് എന്താണെന്നറിയില്ല, ഹാങ് ആവുന്നുണ്ട്. അപ്പൊ എനിക്ക് UALX പിന്നെ പുറത്തു പോയിട്ട് വീണ്ടും ലോഗിൻ ചെയ്യേണ്ട ഒരവസ്ഥയിലേക്കാണുള്ളത്. എന്തായാലും ഇവിടെ എല്ലാവരും, ഞാൻ സ്വയം എന്നെ പരിചയപ്പെടുത്താം. ഞാൻ ഡോക്ടർ ആസു അബൂബക്കർ. ഞാനിപ്പോ കോട്ടക്കലടുത്ത് ഒരു ഡെന്റൽ കോളേജിൽ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 4-5 മാസമായി ഇപ്പോൾ അവിടെ പ്രാക്ടീസ് തുടങ്ങിയിട്ട്. അവിടെ പിള്ളേരെ പഠിപ്പിക്കലും കൂടെ തന്നെ ക്ലിനിക്കൽ പ്രാക്ടീസും കാര്യങ്ങളുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നലെ അമീർ സാഹിബ്, അതേപോലെ അബ്ദുള്ള തോട്ടക്കാട് സാഹിബ്, പിന്നെ അലിസ്തിഖാമ 3-4 പേര് അമ്മനോട് ആവശ്യപ്പെട്ട് മൈക്കിൽ വരാമോ എന്നുള്ള കാര്യം. എന്തായാലും ഞാൻ പലപ്പോഴും പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ നോക്കിയതാണ്. ഇത്ര വലിയ ഉസ്താദന്മാരും ദാരിമികളും അങ്ങനെ വലിയ വലിയ ആൾക്കാർ സംസാരിക്കുന്ന ഒരു സദസ്സിൽ, ഇത്രയും പേരിക്കുന്ന സദസ്സിൽ വന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും പിന്നെ അവര് നിർബന്ധിച്ചുകൊണ്ട് പിന്നെ ഇൻഷാ അല്ലാഹ് എന്തായാലും വരാം. നമ്മുടെ SKSF വേണ്ടിട്ട് ഒരു ഖിദ്മത്ത് എന്ന നിലയ്ക്ക് നമ്മളെന്തായാലും അത് നമ്മളെ പോലത്തെ ആൾക്കാർ തന്നെ വരണം എന്നെനിക്ക് തോന്നി. നാട്ടില് ഞാൻ തൃശ്ശൂര് വെള്ളാങ്കല്ലൂർ എന്ന സ്ഥലത്താണ്, വടക്കുംകര മഹലാണ് വരുന്നത്. പിന്നെ എന്തായാലും ഇവിടെ ഓൾറെഡി കുറെ പരസ്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും നമ്മൾ ചോദ്യോത്തരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, സംശയങ്ങളിൽ കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു രീതിയിൽ എങ്ങനെ ദന്ത സംരക്ഷണം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലൊരു എന്റേതായ അറിവിൽ വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പല്ല് ശുദ്ധിയായി, അല്ലെങ്കിൽ വായ ശുദ്ധിയായി സൂക്ഷിക്കൽ എന്നുള്ളൊരു കാര്യം. അതേപോലെ തന്നെ മതപരമായി നോക്കുകയാണെങ്കിലും നമ്മൾ മുത്തുനബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഒരു പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് അത് മിസ്വാക്ക് ചെയ്യൽ അഥവാ പല്ല് തേക്കൽ നമ്മൾ പറയൽ. അപ്പോൾ ഒരിക്കൽ ഞാൻ എവിടെയോ ഒരു ഹദീസിൽ വായിച്ചിട്ടുണ്ട്, അതായത് നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാവില്ലായിരുന്നെങ്കിൽ അത് മിസ്വാക്ക് ചെയ്യൽ നിർബന്ധമാക്കുമായിരുന്നു എന്നുള്ളൊരു കാര്യം. അപ്പൊ അത്രത്തോളം നമ്മളെ വായ ശുദ്ധിയാക്കി ചെയ്യേണ്ടെന്നുള്ളത് വളരെ ഒരു അത്യാവശ്യ ഘടകം, മതപരമായിട്ടും അതേപോലെ ജീവിതപരമായിട്ടും വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. എന്നാൽ ജനങ്ങൾ അത് അവഗണിക്കുന്ന ഒരു സംരംഭമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ പൊതുവേ ഉള്ളൊരു കാര്യങ്ങൾ ഞാൻ പറയാം. ഏതായാലും മറ്റേ ട്രീറ്റ്മെന്റ് അതേപോലത്തെ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നമ്മളിപ്പോൾ പൊതുവെ പലപ്പോഴും പല ആൾക്കാരും ചോദിക്കുന്നുള്ളത്, നമ്മൾ ബ്രഷ് സെലക്ട് ചെയ്യണ സമയത്ത് എങ്ങനത്തെ ബ്രഷ് എടുക്കണം. പലതരം പല കമ്പനികളും ഉള്ള ബ്രഷ് പേസ്റ്റുകൾ ഒക്കെ ഇറക്കുന്നുണ്ട്. എന്നാൽ ഏത് എടുക്കണം എന്നുള്ളൊരു പലപ്പോഴും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ചോദ്യമാണ്, നമ്മളെയും കുഴപ്പിച്ചിട്ടുള്ളൊരു ചോദ്യമാണിത്. ബ്രഷ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ പഠിച്ച സഹായിച്ച ഒരു കുഴപ്പം ഇല്ലാത്ത ഒരു പല്ലാണെന്നുണ്ടെങ്കിൽ ആവുന്നതും എല്ലാവരും ഒരു സോഫ്റ്റ് ബ്രഷ് കാര്യങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക. അതായത് സോഫ്റ്റ്, മീഡിയം, ഹാർഡ് എന്ന രീതിയിൽ ബ്രഷുകളുണ്ട്. അതേപോലെ പിന്നെ ഇന്റർഡെന്റൽ, അതായത് നമ്മൾ പല്ലിന്റെ ഇടയിൽ ക്ലീൻ ആക്കാൻ പറ്റിയ ബ്രഷുകൾ എന്ന് വേണ്ട പല രീതിയിലുള്ള പലതരത്തിലുള്ള, ഇപ്പൊ കമ്പി ഇടുന്നവർക്ക് അവർക്ക് അവരുടേതായ രീതിയിലുള്ള ബ്രഷുകൾ,
ഏതായാലും സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്യുന്നതാണ് ഒന്നുകൂടി നല്ലത്. കാരണം നമ്മൾ പലപ്പോഴും ബ്രഷ് ചെയ്യുന്നുണ്ടെങ്കിൽ രാവിലെ എണീച്ച് പോകുന്ന ധൃതിയിൽ ഉള്ള ബ്രഷും പേസ്റ്റും ഉപയോഗിച്ച് ഉള്ള ശക്തിയും കൊടുത്ത് ഇപ്പൊ ഭാര്യനോട് തല്ലുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൂടി ദേഷ്യം കണക്കായിക്കൊണ്ട് ആ ദേഷ്യം കൂടി തീർത്തുകൊണ്ടാണ് നമ്മൾ പല്ലിനെ വരെ തീർത്തുകൊണ്ടാണ് തേക്കല്. അപ്പോൾ ഒരു ഹാർഡ് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിന്റെ ദൂഷ്യഫലം നമുക്കത് അനുഭവിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മളിപ്പോ പലപ്പോഴും പലരും ഈ വുളു ചെയ്യണ സമയത്ത് തേക്കുന്നവരാണെങ്കിലും അത് ഹാർഡ് ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ ഒരു ബുദ്ധിമുട്ടായിട്ട് പിന്നീട് ഒരു 10-15 കൊല്ലം കഴിയുമ്പോൾ നമ്മളെ പല്ലിന്റെ മോണിന്റെ ഇടക്ക് ഒരു വിടവ് വരികയും ചെയ്യും. അത് പിന്നീട് പുളിപ്പായി മാറും. ആ രീതിയിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പൊ ആവുന്നത് നമ്മളൊരു സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്യുക. അതാണ് ബ്രഷിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു ചെറിയ രീതിയിൽ തരാനുള്ളത്. അതേപോലെ പേസ്റ്റ് നമ്മൾ എടുക്കുന്ന രീതിയിൽ ഇപ്പൊ പലതരത്തിലുള്ള പേസ്റ്റുകളുണ്ട്. പലരും ഈ പേസ്റ്റ് എന്നുള്ളത് നമ്മളെ ഈ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യ ഗവൺമെന്റ് അനുസരിച്ച് അല്ലെങ്കിൽ അമേരിക്കൻ ഗവൺമെന്റ് അനുസരിച്ചിട്ട് അതിനൊരു മാനദണ്ഡം ഇതുവരെ വെക്കാത്തതിൽ അതുകൊണ്ട് പലതരത്തിലും ആർക്ക് വേണമെങ്കിലും ഇറക്കാം എന്നുള്ളതാണ്. ഇപ്പോ ഹിമാലയ ഇറക്കുന്നുണ്ട്, സിബാക്ക, അതേപോലെ കോൾഗേറ്റ്, ക്ലോസപ്പ്, പെപ്സോഡന്റ്, പലതരത്തിലുള്ള പരസ്യങ്ങൾ നമുക്ക് കാണാം. അപ്പോ ആ ബ്രഷ് പേസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ആവുന്നതും പേസ്റ്റ് ജെല്ല് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പേസ്റ്റ് എടുക്കാൻ നോക്കുക. പേസ്റ്റ് വില കൂടിയോണ്ട് അല്ലെങ്കിൽ വില കുറഞ്ഞത് എന്ന് പറഞ്ഞതിൽ അതെ ഡാബർ, അതേപോലെ പല ഇന്ത്യൻ ബ്രാൻഡുകളും ഫോറിൻ ബ്രാൻഡുകളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിലൊന്നും നമുക്ക് കാര്യമില്ല. പേസ്റ്റ് അതായത് ജെല്ല് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഹാർഡ് ക്രിസ്റ്റൽസ് അതിലുണ്ടാവുമ്പോൾ അത് പല്ലിനുള്ള തേയ്മാനങ്ങൾ കൂടാനേ സാധ്യതയുള്ളൂ. അത് നേരത്തെ പേസ്റ്റ് ആവുന്ന സമയത്ത് അത് മൃദുലമാവുകയും ചെയ്യും. അതേപോലെ പല നമുക്കത് പല്ലിന്റെ ഇടയിൽ കയറാനും വൃത്തിയാക്കാനും കാര്യങ്ങൾ സോഫ്റ്റ് ബ്രഷ് ആകുമ്പോഴും പേസ്റ്റ് ആകുമ്പോഴും ഒന്നുകൂടി സഹായിക്കും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ഒരു കളർ കോഡ് വരുന്നുണ്ട് അതിന്റെ ഈ പേസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ അറ്റത്ത്, അതായത് ഇതേപോലെ പച്ച കളർ, ഗ്രീൻ കളർ, റെഡ് കളർ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ എന്ന് അതിൽ ആഡ് ചെയ്യുന്ന കെമിക്കലിന്റെ ഇതനുസരിച്ചാണ് അത് ഉപയോഗിക്കപ്പെടുന്നത്, അതിന്റെ അവർ കൊടുക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് ആവുന്നതും ഗ്രീൻ കളർ ഉപയോഗിക്കുന്നതാണ് ഒന്നുകൂടിയും ഉത്തമമായതുള്ളത്. എന്തായാലും പേസ്റ്റ് ഉപയോഗിക്കുന്നത് അതും നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ അതിനെ പല്ലിനെ മേലെ അല്ലെങ്കിൽ ബ്രഷും പേസ്റ്റും തമ്മിൽ ഇതാവുമ്പോൾ അതിനെ ഒരു നല്ല രീതിയിൽ അല്ലെങ്കിൽ ബ്രഷ് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഒരു യൂണിഫോമിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബ്രഷിൽ ഇപ്പൊ പല കളറും കളർ അവർ ആഡ് ചെയ്യുന്നതാണ്. ഇപ്പൊ വെള്ള കളർ പേസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ പച്ച കളർ പേസ്റ്റ് ഉണ്ടാവും, നീല കളർ പേസ്റ്റ് ഉണ്ടാവും. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, അത് മെന്തോൾ, അതായത് അവർ ആഡ് ചെയ്യുന്ന അതിൽ ആഡ് ചെയ്യുന്ന ഓരോ രീതി അനുസരിച്ചാണ് ബാങ്ക് കൊടുക്കുന്നവര്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബ്രഷും പേസ്റ്റും സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞു വന്നത്. പിന്നെ ഈ ബ്രഷ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് എത്ര കാലം വരെ ഉപയോഗിക്കണം എന്നുള്ളൊരു കാര്യത്തിൽ 3-4 മാസം വരെയാണ് പല സ്റ്റഡികളും നടത്തിയത്. കാരണം 3-4 മാസത്തിനുള്ളിൽ നമ്മൾ ആ ബ്രഷ് ചേഞ്ച് ചെയ്യണം. കുറെ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ബ്രഷുകളൊക്കെ കുറെ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കൊല്ലമായിട്ടാലും അതിനൊരു കുഴപ്പമൊന്നും വന്നിട്ടില്ല, അത് ഉപയോഗിച്ചോടെ തന്നെ വീണ്ടും ഉപയോഗിക്കുന്നതായിട്ടാല് 3-4 മാസം കൂടുമ്പോൾ നമ്മൾ ബ്രഷ് ചേഞ്ച് ചെയ്യണം. ആ രീതിയിലുള്ള രീതി. പിന്നെ നമ്മൾ പല്ല് വൃത്തിയാക്കുന്നതിന്റെ പല്ലിന്റെ ഇടയിൽ ബ്രഷിന്റെ നാരുകൾ എത്തിച്ചെല്ലാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അതിനോണ്ട് നമുക്ക് വേറെ രീതി എന്ന് പറയുന്നത് നമ്മൾ നാടൻ രീതിയിൽ പണ്ട്
ഈ മറ്റേ നൂല് വെച്ചിട്ട്, അല്ലെങ്കിൽ അതിപ്പോ നമ്മൾ ഡെന്റൽ ഫ്ലോസ് എന്ന് പറയാം അതിന് വേണ്ടിട്ട്. ഡെന്റൽ ഫ്ലോസ് അവൈലബിൾ ആണ്, അത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നത്. അതിൽ ദിവസത്തിൽ ഒരിക്കൽ എന്നാണ് അവർ പറയുന്നത്. ദിവസത്തിൽ ഒരിക്കൽ ചെയ്തെങ്കിൽ, ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ചെയ്തിട്ടെങ്കിൽ നമുക്ക് അവിടെ കുടുങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ അവിടെ കുടുങ്ങിയിരിക്കുന്ന അണുക്കളോ പോകാൻ വേണ്ടിയിട്ട് വളരെ ഉപകാരപ്രദമായിരിക്കും. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പലപ്പോഴും ഇവിടെ നമ്മൾ ആൾക്കാർ മാത്രമല്ല, പൊതുവെ ഉള്ള ജനങ്ങൾ പല്ലിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ മാത്രമേ നമ്മളൊരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോവുകയുള്ളൂ. അതിപ്പോ ഏത് ഡോക്ടറെ അടുത്തായാലും നമുക്കൊരു പനി വന്നാൽ മാത്രമേ നമ്മൾ അത് സംബന്ധിച്ചു. നേരെ മറിച്ച് പല്ലിന് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് അത് പല്ല് പറിക്കാണ്ടിരിക്കാനുള്ള അവസ്ഥത്തിന് മുമ്പേ തന്നെ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും, അതാണ് കണക്ക് പറയുന്നത്, 6 മാസമെങ്കിലും ഒരിക്കൽ നമ്മൾ പോയിട്ട് ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ചെക്കപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം അതുകൊണ്ടുണ്ടാകുന്ന പുതിയ പുതിയ തുടക്കത്തിൽ ഉണ്ടാകുന്ന നമുക്ക് കേടുപാടുകൾ അല്ലെങ്കിൽ പല്ല് സംബന്ധിച്ചുള്ള വല്ല കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെറുപ്പത്തിൽ മറ്റേ ഇനീഷ്യലി അല്ലെങ്കിൽ മുളയിൽ തന്നെ നമുക്ക് അത് അടയ്ക്കാനും, കൊച്ചു കൊച്ചു പൊത്തുകളൊക്കെ തന്നെ നമുക്ക് വേഗം അടക്കാനും പല്ല് അവിടെ സംരക്ഷിക്കാനും പറ്റും. അല്ലെങ്കിൽ നമുക്ക് വലിയ വലിയ ട്രീറ്റ്മെന്റ്, അതായത് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ഇല്ലെങ്കിൽ നേരെ മറിച്ച് പല്ലെടുക്കുക, പല്ലെടുത്തു കഴിഞ്ഞിട്ട് പല്ല് വെക്കേണ്ട രീതികൾ, അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളിലേക്ക് പോകേണ്ടി വരും. പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും മക്കളുള്ളവരാണ്. മക്കളെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ചെറുപ്പത്തിലെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ഭാവിയിലേക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന വലിയൊരു ഹയറായിരിക്കും. അവരുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർ പല്ല് തേക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പല്ല് തേക്കുന്ന സമയത്ത് അവരെ കൂടെ നിർത്തി തേപ്പിച്ച് പഠിപ്പിക്കുക. അവരെ കൊണ്ട് തേപ്പിച്ച്, അല്ലെങ്കിൽ നമ്മൾ തേച്ചതിന് ശേഷം നമ്മൾ അവരെ പല്ല് തേപ്പിച്ച് കൊടുത്തതിന് ശേഷം അവരെ കൊണ്ട് ശീലിപ്പിക്കുക. അല്ലെങ്കിൽ അവർ തേച്ചതിന് ശേഷം നമ്മൾ ഒന്നുകൂടി ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക. അവർക്ക് പല്ല് തേക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പല്ല് തേക്കുന്ന അവർക്ക് ഉപയോഗിക്കുന്ന പേസ്റ്റ് വേറെ നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന ഒരു പേസ്റ്റ് അല്ല. ഈ പിള്ളേർക്ക് വേണ്ടിട്ട് തന്നെ പീഡിയാട്രിക് പേസ്റ്റുകൾ വരുന്നുണ്ട്. അതിൽ ഫ്ലൂറൈഡ് കണ്ടന്റ് എന്ന് പറഞ്ഞ സംഭവം കൂടുതലായിരിക്കും. കാരണം വളർന്നു വരുന്ന പല്ലുകൾക്ക് ഫ്ലൂറൈഡ് ഉള്ള അംശങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കേടുവരുന്ന പല്ലുകളുടെ സാധ്യത അഥവാ കുറയും, അതിനുള്ള ചാൻസ് വരും. നമ്മൾ ഈ പല്ലുകൾ ഈ കാൽഷ്യം ഉപയോഗിച്ച് അത് ഉറക്കണ സമയത്ത് അതിലുണ്ടാവുന്ന ഒരു ഇതാണ് ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് ക്രിസ്റ്റൽ എന്ന് പറയുന്ന, അതാണ് പല്ലിന് ആ കട്ടി കൊടുക്കുന്നത്. അത് ഈ ഫ്ലൂറൈഡ് പേസ്റ്റുള്ള ഫ്ലൂറൈഡ് ആയിട്ട് ചേരുമ്പോൾ ഫ്ലൂറോക്സി അപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞൊരു ക്രിസ്റ്റലായി മാറും. അപ്പൊ അത് ഒന്നും കൂടിയും നമ്മളെ പല്ല് കേടാവുന്ന, പല്ലിനൊരു ഉറപ്പ് നൽകുകയും ചെയ്യും. അതുപോലെ തന്നെ അതിന് കേടുവരുന്നതിനും കുറച്ചുകൂടി അതിനൊരു കാലാവധി കാര്യങ്ങൾക്കും കിട്ടുകയും ചെയ്യും. ഏതായാലും ഞാൻ ഇത്രയൊക്കെ തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറയാൻ ഉദ്ദേശിച്ചത്. വേറെ സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ള കാര്യം, ഡെന്റൽ കിറ്റ് ആരും പ്രതീക്ഷിച്ചിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ സാന്ദർഭികമായിട്ട് ഇവിടെ ഒരു ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പൊ കിറ്റിന്റെ കാലമായതുകൊണ്ട് ഇനി ഡെന്റൽ കിറ്റ് ആരും പ്രതീക്ഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതില്ല എന്നും കൂടിയാണ്ട് പറയാ. ഏതായാലും ബാക്കിയുള്ളത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് PM ചെയ്യോ അതോ റേസ് ഹാൻഡ് ചെയ്ത് മൈക്കിൽ വരാ. അൽഹംദുലില്ലാ SKICR ഇത് ഇവിടെ വന്നതിന് ശേഷം പല പേരെ പരിചയപ്പെടാനും പറ്റി, സമസ്തയെ ഒന്നുകൂടി അറിയാൻ പറ്റി. പല പല ചരിത്രങ്ങൾ, എന്താണ് ഈ കാലത്ത് സംഭവിക്കുന്നതെന്നുള്ളത്, മൺമൂടിപ്പോയ കുറെ ചരിത്രങ്ങൾ വീണ്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. എന്ന് പറഞ്ഞിട്ട് പല അതേപോലെ നൂർ ഫൈസ് ഉസ്താദിന്റെ ഫിഖ് ക്ലാസ്സുകളിലൂടെ കുറെ കാര്യങ്ങൾ പഠിക്കാനും പറ്റിയിരുന്നു. അള്ളാഹു എന്തായാലും SKICRന്റെ പ്രവർത്തകർക്ക് അർഹമായ ഫലം ഇരുലോകത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. പല്ലിന്റെ മഞ്ഞ കളർ എന്ന് നമ്മൾ പറയുന്നത്, അത് ഈ മഞ്ഞ കളർ വരാൻ പല കാരണങ്ങളുണ്ട്. അതായത് നമ്മൾ പറയുന്നത് ഒരു എക്സോജീനിയസ് അല്ലെങ്കിൽ എൻഡോജീനിയസ് രീതിയിൽ നമുക്ക് പുറമേ നിന്ന് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ ശരീരത്തിന്റെ കാരണം കൊണ്ട് തന്നെ പല്ലിന്റെ ഉള്ളില് മഞ്ഞ കളർ ഉണ്ടാവാം. ഇപ്പോ പല കാര്യങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ
ഇപ്പൊ പുറത്തുനിന്ന് ഇപ്പൊ സിഗരറ്റ് വലിക്കുന്നവർ അല്ലെങ്കിൽ അഥവാ ഗ്യാസിന്റെ അസുഖമുള്ളവർക്ക് വരെ അത് ഈ ഗ്യാസ് എന്ന് പറയുന്ന ഒരു അസിഡിറ്റിയാണ്. ആ അസിഡിറ്റി പുറത്തേക്ക് വന്ന് അത് പല്ലിലേക്ക് വന്നതിന് ശേഷം അതിന് പല്ലിന്റെ ബാക്ക് ഭാഗത്തൊരു മഞ്ഞ കളറായിട്ട് പലപ്പോഴും പല പ്രായപ്പെട്ടവരിൽ നമുക്ക് കാണപ്പെടുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമുക്ക് പല്ല് വരുമ്പോൾ തന്നെ ഒരു നമ്മൾ ഒരിക്കലും നമ്മളെ പല്ല് വെള്ള കളറ് അല്ല, അത് പരസ്യത്തിൽ മാത്രമേ അങ്ങനെ കാണുള്ളൂ. അല്ലാണ്ട് ശരിക്കും നമ്മളെ പല്ല് ഒരിക്കലും മഞ്ഞ കളറല്ല, അതിന് ചെറിയൊരു മഞ്ഞ ഷെയ്ഡ് ഉണ്ട്. ഈ മഞ്ഞ ഷെയ്ഡിന് കാരണം എന്ന് പറയുന്നത് അത് പല്ലിന് ഇനാമൽ, ഡെന്റിൻ, പൾപ്പ് എന്ന രീതിയിൽ 2-3 ലെയർ ഉണ്ട്. അങ്ങനത്തെ ആ ഡെന്റിൻ എന്ന് പറയുന്നത് ഒരു മഞ്ഞ ഷെയ്ഡാണ്. അപ്പോൾ പലർക്കും ഈ ഇനാമലിന്റെ കട്ടി കുറഞ്ഞിട്ടാണെങ്കിൽ അത് മഞ്ഞ കളറായിട്ട് വരാം. അത് മേലെയുള്ള അതിന് നല്ല രീതിയിൽ മഞ്ഞ കളർ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ട്രീറ്റ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മേലെ ഒരു വിനീറിങ് അഥവാ നമുക്ക് അതിന്റെ മേലെ നമുക്ക് ഒരു റെസ്റ്റോറേഷൻ പോലെ അല്ലെങ്കിൽ ഫില്ലിങ് അത് മേലെ അടക്കുന്ന രീതിയിൽ നമുക്കത് പല്ലിന്റെ കളറിലെ രീതിയിൽ അടക്കാം. അതുപോലെ തന്നെ ഇപ്പോ അല്ലാണ്ട് ബാക്കിയുള്ള എന്താ പറയാ ശരീര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ എസ്റ്റിറ്റി പോലത്തെ കാര്യങ്ങളാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് പോകേണ്ടതാണ്. അപ്പോ അത് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ സാന്ദർഭികമായിട്ട് ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മൾ മനസ്സിന്റെ കണ്ണാടിയാണ് മുഖം എന്ന് പറയുന്ന രീതിയിൽ പല അസുഖങ്ങളുടെയും തുടക്കം നമ്മൾ ഈ വായയിലാണ് കണ്ടു തുടങ്ങുന്നത്. ഏതൊരു കാര്യങ്ങളും ഇപ്പൊ പനീന്റെ ലക്ഷണങ്ങളാണെങ്കിലും പല ഈ പ്രമേഹ രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിലും പല അസുഖങ്ങൾക്കും ഇതിന് തുടക്കമായിട്ട് കാണുന്നത് ഇതിന് ഈ വായലാണ്. അതിന്റെ പല രീതിയിലും പലപ്പോഴും ഈ പ്രസവമായി ഗർഭം ധരിച്ച് എന്ന് അറിയപ്പെടുന്നത് ഒരു സ്ത്രീന്റെ വായിൽ നിൽക്കൽ അവർ ഗർഭിണിയാണോ അല്ലേ എന്നത് പലപ്പോഴും അതിന്റെ ലക്ഷണങ്ങൾ ആദ്യം വായിൽ കാണാം എന്നാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത്. എന്തായാലും ആർക്കോ ചോദ്യം ചോദിക്കാണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. മൈക്കിനൊരു ബുദ്ധിമുട്ടുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ഒരിക്കൽ റിലീസ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് എടുക്കാൻ പറ്റും, സ്റ്റക്കാവെന്ന് അറിയില്ല. ഏതായാലും ഞാൻ ചോദ്യം കേട്ട ശേഷം എടുക്കാൻ നോക്കാം. അഥവാ വിട്ടു പോവാണെങ്കിൽ ഞാൻ പോയിട്ട് ഒന്നുകൂടി വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. KCR-നും ഈ അവതരിപ്പിക്കുന്ന ഡോക്ടർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോ പിന്നെ സാധാരണ എനിക്ക് ചോദിക്കാനുള്ളത് എന്താ പറഞ്ഞാല് നമ്മള് സാധാരണ പ്രവാസികളിൽ കൂടുതലും ഉപയോഗിക്കുന്ന പെപ്സോഡന്റ് പേസ്റ്റ് നമ്മൾ 2 പ്രാവശ്യം ഡോക്ടറെ അടുത്ത് പോയപ്പോൾ പറയണ്ടായി അത് നല്ലതല്ല. കാരണം ഓവറായിട്ട് പെട്ടെന്ന് അത് കൂടുതൽ ക്ലീനിങ് നൽകുന്നുണ്ടെങ്കിലും സാധാരണ പല്ലിന് ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ചെറിയ പുളിപ്പ് വരണം. അപ്പൊ ഒരുവിധം ചെറിയ പ്രശ്നങ്ങളൊന്നും പുറത്തറിയിക്കാതെ ആ പുളിപ്പുകള് നമുക്ക് എന്ത് ചെയ്യും, കുറെ തടയും ഈ പെപ്സോഡന്റ്. അപ്പൊ അഥവാ ആ കേടുകൾ പെട്ടെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ അത് ക്ലീനിങ് കൂടുതൽ നൽകുന്നുണ്ടെങ്കിലും അത് പുളിപ്പ് അത് നല്ലതല്ല എന്നുള്ളൊരു അഭിപ്രായം ഡോക്ടർ പറഞ്ഞു. പെപ്സോഡന്റ് ഹൈ പവറുള്ള പേസ്റ്റുകൾ. അപ്പൊ അതിനെക്കുറിച്ച് ഡോക്ടർ ഒന്ന് പിന്നെ അഭിപ്രായം വ്യക്തമാക്കിയാൽ കൊള്ളാം എന്നുണ്ട്. ഓക്കെ, മൈക്കിൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അൽഹംദുലില്ലാ. അപ്പോ കുഞ്ഞുമോൻ സാഹിബ്, അപ്പോ ഞാൻ നല്ലൊരു ചോദ്യമാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതായത് ഈ പല്ലിന് പുളിപ്പുള്ളത് അതിന് കാരണം എന്ന് പറയുന്നത് ഇപ്പോ പല കാരണങ്ങൾ കൊണ്ടാവാം. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ ഹാർഡ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒരം കൂടി ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ പല്ല് തേക്കുന്ന സമയത്ത് അത് തേയ്മാനം വന്നിട്ട് പല്ലിന് പുളിപ്പുണ്ടാവാം. ഇല്ലെങ്കിൽ ചിലർക്ക് ഈ വെറുതെ ഇരിക്കുമ്പോൾ പല്ല് കടിക്കുന്ന ശീലം, ഇല്ലെങ്കിൽ ഉറക്കത്തിൽ പല്ല് കടിക്കുന്ന ശീലം കൊണ്ട് അതിന് നമ്മൾ പറഞ്ഞ ബ്രക്സിസം എന്നൊരു കണ്ടീഷൻ ഉണ്ട്. അതിനെ കൊണ്ടും അവർക്ക് പല്ലിന് തേയ്മാനം വന്നിട്ട് അവർക്ക് ഈ എന്താ പറയാ ഇതേപോലെ പുളിപ്പ് ഭാവിയിൽ അവർക്ക് പുളിപ്പ് അനുഭവപ്പെടാം. അതിനു വേണ്ടിയിട്ട് പുളിപ്പുള്ളവർക്ക് തേക്കാൻ പറ്റിയ പേസ്റ്റാണ് ഈ സെൻസോഡൈൻ. എന്തുകൊണ്ട് ഈ പുളിപ്പ് ഉണ്ടാവും എന്ന് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഈ എനാമൽ എന്ന് ഞാൻ ആദ്യം പറഞ്ഞൊരു കേസ്, ഇപ്പൊ ഇനാമൽ ഡെന്റിൻ എന്ന് പറഞ്ഞ രീതിയിൽ ഈ ഇനാമലിനെ സംബന്ധിച്ചിടത്തോളം അതിന് ജീവനില്ല.
അപ്പൊ അതിനെ സംബന്ധിച്ച് അതിന് നമ്മൾ അധികം ചൂട് കൊടുത്താലും കാര്യം കൊടുത്താലും അതുകൊണ്ടാണ് നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാത്തത്. അപ്പോ ഇനാമലിൽ കേടുണ്ടായാലും നമ്മൾ അറിയാത്തതും അതുകൊണ്ട് തന്നെ. നേരെ ഇനാമലിന് ഇറങ്ങി ഡെന്റീൻ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് എത്തുമ്പോൾ ഡെന്റീൻ ട്യൂബ്യൂൾസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് ഡെന്റീനിൽ നിന്ന് നമുക്ക് പൾപ്പിലാണ് നമ്മൾ ഈ പല്ലിന്റെ ജീവനാടി ഇരിക്കുന്നത്. അതിലേക്ക് വരുന്ന ഒരു കണക്ഷൻ കൊടുക്കുന്ന കുറെ ട്യൂബുകൾ ഉണ്ട് അതിനകത്ത്. അതിലൂടെയാണ് നമുക്ക് ഈ സെൻസിറ്റിവിറ്റി അഥവാ ഈ പുളിപ്പ് അനുഭവപ്പെടുന്നത്. അതിനു വേണ്ടി നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻസോഡൈൻ, പെപ്സോഡൈന്റെ പകരം സെൻസോഡൈൻ എന്ന് പറയുന്നത് നമ്മള് FDI അഥവാ അമേരിക്കൻ ഫെഡറേഷൻ ഡെന്റയർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു വലിയൊരു ഇന്റർനാഷണൽ സംഭവം കമ്മിറ്റി അവര് പുറത്തിറക്കിയിട്ടുള്ളതാണ്, അവർ അപ്രൂവ് ചെയ്തിട്ടുള്ളതാണ് സെൻസോഡൈൻ. അഥവാ നാട്ടിലാണെങ്കിൽ സെൻസോഡെന്റ് എന്നും പറഞ്ഞിട്ട് പേസ്റ്റുകൾ വരുന്നുണ്ട്. ഇപ്പോഴും പലയിടത്തും നമുക്ക് സെൻസോഡൈൻ കിട്ടുന്നതാണ്, പലർക്കും പരിചിതമായ ഒരു കാര്യമാണ്. ഈ പേസ്റ്റുകൾ എന്ന് പറയുന്നത് ഒരു OTC, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു OTC ഓവർ ദ കൗണ്ടർ പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് അത് സംബന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാവുന്നില്ല. അതിനൊരു നിയമോ അല്ലെങ്കിൽ ഇന്ന രീതികളെ കൂട്ടിച്ചേരാവൂ എന്നുള്ള രീതിയിൽ പറയുന്നില്ല. അപ്പോൾ ആവുന്നതും പുളിപ്പുണ്ടെങ്കിൽ സെൻസോഡൈൻ എന്നൊരു പേസ്റ്റ് ഉപയോഗിക്കാൻ, അതുകൊണ്ട് തന്നെ അത് കുറയുകയും ചെയ്യും. പക്ഷെ അതിനുണ്ടാവുന്ന കാരണങ്ങൾ എന്താണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പല്ല് തേക്കുന്ന രീതിയിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ അത് മാറ്റണം. അല്ലെങ്കിൽ ഈ തേയ്മാനം കൊണ്ട് ഉണ്ടാവുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ തേടണം. അപ്പൊ എന്താണ് കാരണം എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ചികിത്സ നോക്കണം. അല്ലാണ്ട് നമ്മൾ നേരെ പെപ്സോഡന്റ് ഉപയോഗിച്ചുകൊണ്ട് ഇത് മറിയും എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. കാരണം നമുക്ക് എന്താ കാരണം എന്നുള്ളത് നമ്മൾ അറിയില്ല. അതെ. ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഉദ്ദേശിച്ചത് സെൻസോഡൈൻ ആണ് കേട്ടോ, പെപ്സോഡന്റ് അല്ല. സെൻസോഡൈൻ തന്നെയാണ് ഡോക്ടർ സാറ് പറഞ്ഞ സെൻസോഡൈൻ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഡോക്ടർ പറഞ്ഞത് അത് പുളിപ്പുണ്ടെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കാം പിന്നെ എന്ന് പറഞ്ഞു. സാധാരണ ഒരു ടൂത്ത് പേസ്റ്റ് ആയിട്ട് സെൻസോഡൈൻ ഉപയോഗിക്കാതിരിക്കലാണ് നല്ലത് എന്നുള്ള അഭിപ്രായം രണ്ട് ഡോക്ടർമാർ പറഞ്ഞു. അപ്പൊ അതിന്റെ പേരിൽ ചെറിയ മിസ്റ്റേക്ക്, പെപ്സോഡന്റ് സെൻസോഡൈൻ ആണ് ഞാൻ ഉദ്ദേശിച്ചത്, അത് പെപ്സോഡന്റ് ആണ് പിന്നെ ഓർമ്മയിൽ വന്നതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ അത് സാധാരണ സ്ഥിരം പേസ്റ്റ് ആയിട്ട് അത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമുണ്ടോ, അത് ഉത്തമം ഇല്ല എന്നുള്ള രീതിയിലാണ് ഡോക്ടർ പറഞ്ഞത്. ആ അഭിപ്രായമാണ് വ്യക്തമാക്കേണ്ടത്. പുളി ഉണ്ടെങ്കിൽ ചെറിയ പുളിപ്പിനൊക്കെ അതൊരു മെഡിസിൻ പോലെ ഉപയോഗിക്കാം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് പിന്നെ പെപ്സോഡന്റ് സെൻസോഡൈൻ എന്നുള്ള മിസ്റ്റേക്ക് വ്യക്തമാക്കാൻ വേണ്ടി മൈക്കെടുത്താൽ നോക്കാം. മൈക്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും ഡോക്ടർ. എനിക്ക് മൂത്ത കുട്ടി, പെൺകുട്ടി, 6 വയസ്സായിപ്പോ, 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പഴയ പല്ലൊക്കെ ചെറുത് പോയി, ഒരു 5-6 പല്ലോളത് പോയി, പുതിയ പല്ല് വരുന്നുണ്ട്. കുഴപ്പം എന്താ വെച്ചാൽ ഈ പല്ലുമൊക്കെ ഒരു കറുത്ത കളറ് വരിക. പല്ലിന്റെ ബാക്കിലാണ് മെയിൻ ആയിട്ട്, മുന്നിൽ കുറച്ചേ ഉള്ളൂ. അതിങ്ങനെ കാണുമ്പോ ഒരു വൃത്തികേടാവുക. എന്തെങ്കിലും കുഴപ്പം എന്തെങ്കിലും ഉണ്ടാവും അപ്പൊ അതിന്? നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയെടുത്ത്, അതായത് കുഞ്ഞുമോൻ സാഹിബ് പറഞ്ഞു കൊടുത്ത്, അതായത് സെൻസോഡൈൻ നമുക്ക് നിത്യമായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് പുളിപ്പുള്ളവർക്ക് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നതാണ്. അല്ലാണ്ട് സാധാരണ ബാക്കി വേറെ ഇഷ്ടം പോലെ പേസ്റ്റുകളുണ്ട്, അത് ഉപയോഗിക്കുന്നത്. ഇതിന് കുറച്ചുകൂടിയും അതിന് മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പവർ ഉള്ളതുകൊണ്ട് നമ്മൾ അത്, അഥവാ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ പുളിപ്പ് അസഹനീയമായ പുളിപ്പുകൾ വന്നാൽ മാത്രമേ അത് കൊടുക്കുള്ളൂ. അപ്പൊ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അൻവർ സാഹിബ് ചോദിച്ച പോലെ ഈ പല്ലിന്റെ ബാക്കിൽ കുറെ കുത്തു പോലെ കാണുന്നത്, അത് പലർക്കും, അതായത് അതിന്റെ നമ്മൾ വായ എന്ന് പറയുന്നത് കോടാനുകോടി ഈ അണുക്കൾ ഉള്ള ഒരു ക്യാവിറ്റിയാണ്. അപ്പൊ അതിൽ ഒരു തരം ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ അതിന്റെ ഈ കൂടുതൽ അതിന്റെ വളർച്ച കൂടിക്കൊണ്ടുണ്ടാവുന്നതാണ് ഈ തരത്തിലുള്ള ക്രോമോജനിക് ബാക്ടീരിയ എന്ന് നമ്മൾ പറയുന്ന ഈ ഒരു ബാക്ടീരിയന്റെ അതിന്റെ കൂടുതൽ കാരണം കൊണ്ടാണ് നമുക്ക് ഈ തരത്തിലുള്ള ഈ സംഭവം കാണുന്നത്. അത് പേടിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. അതിന് നിത്യമായി ക്ലീൻ ചെയ്യുക. അത് ചിലവർക്ക് അത് അങ്ങനെ ഉണ്ടാവും, ചിലവർക്ക് അത് ലേഹ്യം, അതേപോലെ നമ്മൾ ഈ കഷായങ്ങള്, അതേപോലെ സംഭവങ്ങൾ അധികം എടുക്കുന്ന കുറെ കാലത്തേക്ക് എടുക്കുന്നവർക്ക് അവരിലും ഈ ഒരു സംഭവം കണ്ടുവരാറുണ്ട്.
അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറെ അൽഹംദുലില്ലാ കുറെ PM വരുന്നുണ്ട്. ഞാൻ ഇവിടെ മൈക്കിൽ വരുന്നവര് അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അതിലേക്ക് കടക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. ഇൻഷാ അല്ലാഹ്. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഈ പാരാഡെന്റക്സ് എന്ന് പറഞ്ഞ പേസ്റ്റ് എങ്ങനെയാണ് ഡോക്ടർ സാറേ? അതിലിപ്പോ നമ്മള് ദി ഗം കെയർ എക്സ്പേർട്ട് എന്നൊക്കെ ഇതിന്, അതുപോലെ തന്നെ സേജ്, പെപ്പർമിന്റ്. പക്ഷെ ഇത് നിങ്ങൾ പറയുന്ന പോലെ ആ കളർ ഉള്ളത് ബ്ലൂ കളറാണുള്ളത്, ബ്ലൂ കളർ. പക്ഷെ സെൻസോഡൻ ഈ ടൂത്ത് പേസ്റ്റ് ഇറക്കുന്ന സെയിം കമ്പനി തന്നെയാണ് അതും ഇറക്കുന്നത്. ഏത് GSK ഗാലക്സോ സ്മിത്ത് ലൈൻ എന്ന് പറഞ്ഞ കമ്പനി ഇറക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ, ആ പേസ്റ്റ് എങ്ങനെയാന്നുള്ളത്? പാരാഡെന്റക്സ് എന്ന് പറയുന്നതും ഈ മറ്റേ ഒരു GSK കമ്പനി ഇറക്കുന്ന സംഭവം തന്നെയാണ്. അത് UK ബേസ്ഡ് ഒരു കമ്പനിയാണത്. അവരിറക്കുന്ന ഈ ഒരു സംഭവം പേസ്റ്റും ഇതേപോലെ പുളിപ്പ് അല്ലെങ്കിൽ ഗമ്മ് കെയർ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് മോണ ഇറങ്ങിയവർക്ക് അവർക്ക് ഉപയോഗിക്കാം എന്ന രീതിയിൽ പറഞ്ഞിട്ട് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതും ഈ നിത്യേന ഉപയോഗിക്കുന്നതിൽ എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് സാധാരണ പേസ്റ്റ്, അപ്പൊ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ ഈ വില കൂടിയ പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അസുഖങ്ങൾ വരില്ല എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. അതിന് നമ്മൾ അസുഖം വരുമോ മാത്രം ഇങ്ങനത്തെ പേസ്റ്റുകളിലേക്ക് മാത്രം മാറുക, ഇല്ലെങ്കിൽ സാധാ പേസ്റ്റ് ഉപയോഗിച്ചാൽ. ഞാൻ പറഞ്ഞു, പേസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ പല്ലിനും അതായത് ബ്രഷിനും അവർക്ക് തമ്മിലുള്ള ഒരു മീഡിയം, അത് ഒന്നുകൂടിയും ഒരു മയത്തിലാക്കി കൊടുക്കാൻ വേണ്ടിട്ട് അതിന്റെ ഇടയിലുള്ള ഒരു മീഡിയം ആയിട്ടാണ് പേസ്റ്റിനെ കണ്ടാൽ മതി. നമ്മൾ ഈ പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓൾറെഡി ഈ നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ പല്ലിന് വളർച്ച പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അതിൽ നമുക്കൊരു മാറ്റം വരാൻ പറ്റില്ല. പിന്നെ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതേപോലെ കേടാവുന്ന സമയത്ത് പല്ലടക്കുക എന്നുള്ള രീതികൾ. അത് പിന്നെ നമുക്ക് വീണ്ടും വളർന്നു വരികയോ ഇല്ലെങ്കിൽ അതിനകത്ത് വീണ്ടും നമുക്ക് വേറെ പേസ്റ്റ് ഉപയോഗിച്ചിട്ടോ കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫ്ലൂറിഡേറ്റഡ് അല്ലെങ്കിൽ ഫ്ലൂറൈഡ് അടങ്ങുന്ന പേസ്റ്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ പല്ലിനെ ഒന്നുകൂടി ബലമുള്ള പല്ലുകളാക്കി മാറ്റാൻ പറ്റും. പിന്നെ നേരെ മറിച്ച് ഇപ്പൊ ഈ പാരാഡെന്റക്സ് അല്ലെങ്കിൽ സെൻസോഡൈൻ പോലത്തെ പേസ്റ്റുകൾ നമുക്ക് പല്ലിന് തേയ്മാനം അല്ലെങ്കിൽ പുളിപ്പ് വന്നു കഴിഞ്ഞാൽ എന്നാൽ മാത്രം നമുക്ക് അത് ആശ്രയിച്ചാൽ മതി എന്നാണ് നല്ലത്. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, ഡോക്ടറോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ നമ്മള് വെപ്പുപല്ല് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ? അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞാൽ തിരക്കിടില്ല. മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെപ്പ് പല്ല് എന്ന് പറഞ്ഞത് തന്നെ അതൊരു നമ്മളെ പല്ല് വിഭാഗത്തിൽ പെട്ട ഒരു വിഭാഗമാണ്. പലർക്കും അറിയാത്തൊരു കാര്യം തന്നെ പല്ല് വിഭാഗം തന്നെ 9 വിഭാഗമായിട്ടുണ്ട്. അതായത് പല്ലടക്കുന്ന വിഭാഗം, പല്ല് വെക്കുന്ന വിഭാഗം, പല്ലെടുക്കുന്ന വിഭാഗം, പിന്നെ പല്ല് കെട്ടുന്ന കമ്പി വെക്കുന്ന വിഭാഗം, പിന്നെ അതേപോലെ കമ്മ്യൂണിറ്റി പരമായിട്ട് ഈ ജനങ്ങളിൽ കൂടുതലുള്ള ബോധവൽക്കരണം അങ്ങനത്തെ രീതിയിൽ ഉള്ള ഒരു വിഭാഗം, പിന്നെ സൂക്ഷ്മ വീക്ഷണമായിട്ട് അതായത് ഹിസ്റ്റോപത്തോളജിക്കലി പഠിക്കുന്ന വിഭാഗം, പിന്നെ ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി എന്ന് പറഞ്ഞിട്ട്, അതായത് ഓറൽ മെഡിസിൻ റേഡിയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് വായ്പുണ്ണ് മുതൽ അത് ക്യാൻസറിന് മുന്നോടിയായിട്ട് വരുന്ന അസുഖങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടായിട്ട് അതുപരമായിട്ട് വരുന്ന ഒരു അസുഖങ്ങൾ എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്താണ് TMJ അഥവാ നമ്മളെ ഈ താടിയെല്ലിന് വരുന്ന പ്രശ്നങ്ങൾ, ആ ജോയിന്റിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അത് സംബന്ധമായിട്ടുള്ള കാര്യം, അതിനും മാത്രമല്ല റേഡിയോളജി എന്നുള്ള മറ്റൊരു വിഭാഗം എന്നുള്ളൊരു വിഭാഗം കൂടി ചേർന്നിട്ടുള്ള ഒരു വിഭാഗങ്ങളാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ച പോലെ ഇപ്പോ സെറ്റ് പല്ല് വെക്കുന്നത് ഇപ്പൊ പല രീതിയിലുള്ള സെറ്റ് പല്ലുണ്ട്. അതായത് ഊരാൻ പറ്റുന്ന രീതിയിലുണ്ട്, അല്ലെങ്കിൽ ഫിക്സ്ഡ് രീതിയിലുള്ളതുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അതായത് ഒറ്റ ഇതിൽ വെക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അപ്പുറത്ത് 2 ഭാഗത്ത് പല്ലും കൂടി എടുത്തിട്ടുള്ള ഒരു ബ്രിഡ്ജ് എന്ന രീതിയിലുള്ള രീതി വെക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നിട്ടുള്ള ഇംപ്ലാന്റ് എന്നുള്ള രീതിയിലുള്ളുണ്ട്. സെറ്റ് പല്ല് വെക്കുന്നത് പലപ്പോഴും പറഞ്ഞേക്കാം, അതായത് നമ്മള് വയസ്സാവും തോറും
നമുക്ക് വയറിന് ദഹനശേഷി കുറയും. അതുകൊണ്ടാണ് പഠിച്ചവൻ തന്നെ പല്ലെടുത്ത് കളയുന്നത് നമ്മൾ അധികം കഴിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടാന്നുള്ളത്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അപ്പോ സെറ്റ് പല്ല് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ കൂടുതൽ കഴിക്കും, വീണ്ടും അവർക്ക് വയറിന് പ്രശ്നം ഉണ്ടാവും എന്നുള്ളൊരു തെറ്റിദ്ധാരണ പൊതുവെ ജനങ്ങൾക്കുണ്ട്. ഏതായാലും സെറ്റ് പല്ല് വെക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, അത് നല്ലതാണ്. കാരണം നമ്മളെ വായയിൽ ഈ പല്ല് ഇരിക്കുന്നത് അത് ഒരു ക്രമമുണ്ട് ഇരിക്കുന്നതിന്. ആ ക്രമം തെറ്റിയാൽ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു പല്ല് ഇളകിപ്പോയാൽ അടുത്തുള്ള പല്ലിനെ അത് ബാധിക്കും. അത് അതിന്റെ പൊസിഷൻ മാറി മുന്നോട്ടോ അല്ലെങ്കിൽ സൈഡിലോ മേലെയുള്ള പല്ല് അതും താഴേക്ക് ഇറങ്ങാൻ തുടങ്ങും. പിന്നീട് അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കേ പോവുള്ളൂ. അതിനു മുന്നായി തന്നെ നമ്മൾ പല്ല് എടുത്താൽ അത് ഉടനെ അല്ലെങ്കിൽ അത് ഉണങ്ങിയ ശേഷം, അതായത് 1 മാസം കഴിഞ്ഞിട്ടാണ് കണക്ക് പറയുന്നത്, ആ പല്ല് അവിടെ മുറിവ് ഉണങ്ങി ആ എല്ല് പൂർത്തിയായതിനു ശേഷം 1 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ആ പല്ല് വെക്കണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അത് വെക്കേണ്ടത് ഏത് എന്നുള്ളത് അത് അവരെ സൗകര്യം പോലെ. ഇപ്പൊ ഊരുന്ന രീതിയിലാണ് അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് പറ്റുന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഇല്ല അവർക്ക് മറ്റേ ഫിക്സ്ഡ് വേണമെന്നുണ്ടെങ്കിൽ അത് വെക്കാം. അല്ലെങ്കിൽ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് തന്നെ എല്ല് തുളച്ചിട്ട് അത് സ്ക്രൂ ചെയ്തിട്ട് അതിന്റെ മേലെ പല്ല് വെക്കലാണ്. ആ രീതിയിൽ ഇപ്പൊ അത് പുതിയതായിട്ട് വന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് പല്ല് എന്തായാലും വെക്കണം. അപ്പൊ അത് എങ്ങനെയായാലും ഒഴിവാക്കരുത്. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. അപ്പോ നമ്മളൊരു സുഹൃത്ത് PM ചെയ്തിട്ടുണ്ടായിരുന്നു. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഒരു പേസ്റ്റ് യൂസ് ചെയ്യാതെ ബ്രഷ് മാത്രം ഉപയോഗിക്കുന്നതിന്റെ കുറിച്ച് എന്താ അഭിപ്രായം? വളരെ നല്ല ചോദ്യമാണ് നജീബ് സാഹിബ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേസ്റ്റ് ബ്രഷ് ഒരം കൂടിയ ഒരു സംഭവമാണ്. നമ്മൾ പല്ല് നമുക്ക് വേണ്ടപ്പെട്ട് കയറും. അപ്പോൾ ആ ബ്രഷിനെ മൃദുലപ്പെടുത്താനും അതുപോലെ തന്നെ അത് പല്ലിന്റെ ഇടകളിൽ ചേറി ചെല്ലാനും വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് ഒരു പേസ്റ്റ് ഉപയോഗിക്കുന്നത്, ആ പേസ്റ്റിന്റെ മീഡിയം ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോ പേസ്റ്റ് ഉപയോഗിക്കാതെ പല്ല് തേക്കുകയാണെങ്കിൽ ആ പല്ലിന് തേയ്മാനം കൂടുകയുള്ളൂ. അത് അധികകാലം നമുക്കത് പിന്നീട് ഭാവിയിൽ അതൊരു പുളിപ്പും ഭാവിയിലേക്ക് അതൊരു ബാക്കിയുള്ള പല്ലിന്റെ ഇടയിലേക്ക് കയറുന്ന രീതിയിലും അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറുകയുള്ളൂ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓർബിറ്റ് കഴിക്കുന്നതിൽ വല്ല കുഴപ്പമുണ്ടോ? ഓർബിറ്റ് പോലത്തെ ച്യൂയിംഗം കഴിക്കുന്നത് ഒരു തരത്തിൽ അത് നല്ലതാണ്. കാരണം നമ്മൾ വായയിൽ, അതായത് ഉമിനീര് എന്ന സംഭവം, അതിന്റെ കുതിരത്ത് അത് വലിയ ഒരു അനുഗ്രഹമാണ്. നമ്മൾ അതിനെക്കുറിച്ച് തീരെ ബോധവാന്മാരല്ല. അത് കുറഞ്ഞാൽ കൊണ്ടുണ്ടാവുന്ന പല പല പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഈ ഉമിനീര് എന്ന് പറയുന്ന സംഭവം അതിന് പല ഫലങ്ങളുണ്ട്. അതായത് നമ്മളെ പല്ലിനെ അത് കേടാവിൽ നിന്ന് സംരക്ഷിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് മൃദുലപ്പെടുത്തിയിട്ടാണ് നമ്മളെ അണ്ണാക്കിലേക്ക് ഇല്ലെങ്കിൽ ബാക്കി ആമാശയത്തിലേക്ക് അയക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ വായ എപ്പോഴും മോയിസ്റ്റായിട്ട് വെക്കുന്നതും ഈ അണുക്കൾ വളരാണ്ടിരിക്കാനും അത് വളരെ ഒരു സഹായമാണ്. ഈ ഓർബിറ്റ് അല്ലെങ്കിൽ അഥവാ ച്യൂയിംഗം കഴിക്കുന്നത് കൊണ്ട് പല പല ച്യൂയിംഗങ്ങളുണ്ട്. ഇപ്പോൾ ഓർബിറ്റ് എന്നല്ല, ഏത് ച്യൂയിംഗം കഴിക്കുന്നത് കൊണ്ടും നമുക്ക് എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉമിനീരിന്റെ പ്രൊഡക്ഷന് അത് അല്ലെങ്കിൽ അതിന്റെ ഇതിനു വേണ്ടിയിട്ട് വളരെ അധികം സഹായിക്കും. കാര്യങ്ങൾ പെട്ടെന്ന് അതിന്റെ പ്രവർത്തനത്തിനും ഉമിനീരിന് വരുന്ന രീതിയിലും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ അധികം സഹായിക്കും. പക്ഷെ അത് അമൃതമായാലും അധികമായാലും ബുദ്ധിമുട്ട് തന്നെയാണ്. അത് ശീലമായിട്ടുണ്ടെങ്കിൽ
പലർക്കും അതൊരു കൂട്ടത്തിലിരിക്കുമ്പോൾ ഒരു അസ്വസ്ഥത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലാണ്ട് എന്താണ് ബാക്കി ആരോഗ്യപരമായിട്ടോ അല്ലെങ്കിൽ വേറൊരു ബുദ്ധിമുട്ടൊന്നുമില്ല അത് ഉപയോഗിക്കുന്നതിൽ. പല പേസ്റ്റുകളും ഉപയോഗിക്കരുത് എന്ന് കേട്ടിട്ടുണ്ട്. ഏത് പേസ്റ്റാണ് നല്ലത് ഉപയോഗിക്കാൻ? ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇതിന് ഒരു പ്രത്യേക ഒരു മാനദണ്ഡം നമ്മൾ ഗവൺമെന്റോ ഇല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനോ അതിനു വേണ്ടിട്ട് വെച്ചിട്ടില്ല. ഈ നമ്മൾ ഉപയോഗിക്കുന്ന മൗത്ത് വാഷ് ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റുകൾ അല്ലെങ്കിൽ ബ്രഷുകൾ അത് ഒരു OTC അഥവാ ഓവർ ദി കൗണ്ടർ പ്രോഡക്റ്റ് എന്ന രീതിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് ഇന്ന മാനദണ്ഡം വേണം, ഇന്ന രീതിയിലുള്ള സാധനങ്ങൾ ഇറക്കണം എന്ന് നമ്മൾ പറ്റില്ല. ഇപ്പൊ ഞാനിപ്പോ ഏതെങ്കിലും ഒരു പേസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അവർ ആ കമ്പനീനെ പ്രൊമോട്ട് ചെയ്യുന്ന പോലെയാവും. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ് പേസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജെല്ല് ഉള്ള പേസ്റ്റ് ഒഴിവാക്കുക. പിന്നെ അവർ പറയുന്ന പോലെ ഫ്ലൂറൈഡ് ഉണ്ടാവും, 24 മണിക്കൂർ അങ്ങനെ നിൽക്കും ഇങ്ങനെ നിൽക്കുന്നുള്ള രീതിയിലൊന്നും വലിയ ഇതൊന്നുമില്ല. പിന്നെ നമ്മളത് പല്ല് തേക്കുന്ന രീതി അതനുസരിച്ചിരിക്കും. ആവുന്നതും ദിവസത്തിൽ മിനിമം 2 പ്രാവശ്യമെങ്കിലും നമ്മൾ പല്ല് തേക്കണം. മതപരമായി നോക്കുകയാണെങ്കിൽ ഓതു എടുക്കുമ്പോൾ ഒക്കെ നമ്മൾ പല്ല് തേക്കണം. ഇല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ തീർച്ചയായിട്ടും രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങുന്നതിന് മുമ്പെങ്കിലും അത് സുന്നത്തുമാണ്, പിന്നെ ആരോഗ്യത്തിന് നല്ലതുമാണ് നമ്മൾ തേക്കുന്നത്. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല്ല് തേക്കുന്ന പേസ്റ്റ് നിങ്ങൾ ചോദിച്ചു പോലെ ഞാൻ നേരത്തെ പറഞ്ഞു, പേസ്റ്റ് ഇപ്പൊ ഏതെടുത്താലും പ്രശ്നമില്ല. അതായത് ഫ്ലൂറിഡേറ്റഡ് ആയിട്ടുള്ള പേസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നതിൽ കാര്യമില്ല. അതേപോലെ ഈ ജെൽ ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്ന പേസ്റ്റുകളിലും നമുക്ക് കാര്യമില്ല. സാധാ പേസ്റ്റ് ഉപയോഗിക്കുക. അതിന്റെ കാര്യം എന്താണ് നമ്മൾ പേസ്റ്റ് കൊണ്ട് ഉപയോഗിക്കുന്നത്, പിന്നെ അതിൽ അടങ്ങിയിരിക്കുന്ന മെന്തോള് അഥവാ അല്ലെങ്കിൽ ഫ്ലേവർ ഏജൻസ് അത് അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾക്ക് ഒന്നുകൂടി നമുക്കതൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ. ചിലർക്ക് ചില പേസ്റ്റ് ഉപയോഗിച്ചാൽ പുകച്ചൽ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനത്തെ ഉള്ളവർ ആ പേസ്റ്റ് ഉപയോഗിക്കുക. ചിലപ്പോൾ അതിലടങ്ങിയിരിക്കുന്ന കെമിക്കൽ ആ വ്യക്തിക്ക് പറ്റാത്തത് കൊണ്ടായിരിക്കും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പേസ്റ്റിൽ പന്നി നെയ്യ് ചേർക്കുമോ? പേസ്റ്റ് മാറി തേക്കുന്നത് കൊണ്ട് പല്ലിന് കേടുവരുമോ? അത് തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പന്നി നെയ്യ് ചേർക്കുമോ എന്നുള്ളതൊന്നും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പലരും അങ്ങനത്തെ ഇതൊക്കെ പല അപവാദങ്ങളും പറഞ്ഞേക്കുന്നതാണ്. ഈ പന്നി നെയ്യ് ചേർക്കുന്നതുകൊണ്ടൊന്നും എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയില്ല അതിനെക്കുറിച്ച്. പിന്നെ പേസ്റ്റ് മാറി തേക്കുന്ന കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് കേടുണ്ടാവും എന്നത് പറയാൻ പറ്റില്ല. പല്ലിന് കേടുണ്ടാവുന്നത് പേസ്റ്റ് കൊണ്ടാണ് എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾ പേസ്റ്റ് കൊണ്ടാണ് പേസ്റ്റ് മാറിക്കൊണ്ട് തേച്ചുകൊണ്ടിരുന്നത്. നമ്മൾ പല്ല് തേക്കുന്ന രീതി, നമ്മൾ വൃത്തിയാക്കി സൂക്ഷിക്കുന്ന രീതി, നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതി, അതെല്ലാം ഇതിന്റെ ഒരു ഘടകമാണ്. അല്ലാണ്ട് പേസ്റ്റ് നമ്മൾ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റൂല ഈ കാര്യത്തില്. പിന്നെ പല്ലിന്റെ കറ പോകാൻ എന്ന് ഉദ്ദേശിച്ചത് ഞാൻ ആദ്യം നമ്മളെ കുഞ്ഞുമോൻ സാഹിബ് അല്ല അൻവർ സാഹിബ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പല്ലിന്റെ കറ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് ആദ്യം പല്ല് അതായത് സിഗരറ്റ് വലിക്കുന്നവര് അല്ലെങ്കിൽ മുറുക്കുന്നവര് അങ്ങനെ ഉള്ളത് കൊണ്ടാണോ നമ്മൾ ആദ്യം ഇത് വരുന്നത്, ഈ കറ വരുന്നത് എന്നുള്ളത് നോക്കണം. ഇല്ലെങ്കിൽ ചില രീതിയിലുള്ള ഭക്ഷണം, അതായത് നമ്മൾ ഈ ബേവറേജസ്, ഈ പെപ്സി, അതേപോലെ ജങ്ക് ഫുഡ്സ്, ബർഗർ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ, ഈ സോസേജ്, ഈ അജിനോമോട്ടോ, അങ്ങനത്തെ കളറിങ് ഏജൻസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പല്ലിന് കറ വരും. പിന്നെ അത് കൂടാണ്ട് നമ്മൾ പല്ല് വരുന്ന സമയത്ത് തന്നെ ഈ കാൽസിഫിക്കേഷൻ, പല്ലിന് മിനറലൈസേഷൻ നടക്കുന്ന സമയത്ത്, പല്ലിന് ഉറക്കണ സമയത്ത് ഉണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകൾ, ശരീരത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാരണം കൊണ്ടും പല്ലിന് കറ വരാം. അത് ഉള്ളിൽ വരുന്ന പേസ്റ്റ്, ഉള്ളിൽ ഉപയോഗിക്കുന്ന രീതിയിൽ അനുസരിച്ചിരിക്കും ഉള്ളിൽ വരുന്ന കാരണം കൊണ്ട്. അപ്പൊ എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ നോക്കണം. ഈ അകത്തുള്ള കാരണം കൊണ്ടാണെങ്കിൽ നമുക്ക് അതിന് എന്താണ് പ്രശ്നം, ശരീരത്തിൽ ഉണ്ടായ പ്രശ്നം എന്താണോ അവിടുന്ന് നമുക്ക് ചികിത്സ തുടങ്ങണം. നേരെ മറിച്ച് ഈ പുറമേ ഉള്ള ഭക്ഷണ രീതിയോ ഇല്ലെങ്കിൽ സംഭവിക്കുന്ന അസുഖത്തിന്റെ കാരണം കൊണ്ടാണ് ഉള്ളത് എങ്കിൽ അതിന് ക്ലീൻ ചെയ്യുക, അഥവാ നമുക്ക് സ്കെയിലിംഗ് എന്ന രീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്താൽ അത് പോകേണ്ടതാണ്. പിന്നെ അത് ഉപയോഗിക്കുമ്പോൾ എന്താണോ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
എനിക്ക് ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ വായനാറ്റം വരുന്നു ഒരു പരിഹാരം. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ നോക്കണം. ഇങ്ങനെയുള്ളവർ ചിലർക്ക് ഉണ്ടാവാറുണ്ട്. അത് ചിലപ്പോൾ അവരെ പല്ല് ക്രമം തെറ്റിയിരിക്കുന്നത് കൊണ്ടാവാം അങ്ങനെ ഒരു പ്രശ്നം. ഒരു രീതിയിൽ കൈ റേസ് ഹാൻഡ് ചെയ്തിട്ടുണ്ട് സഹോദരക്ക്. ഒരു ഒറ്റ മിനിറ്റ്, ഞാൻ ഇതും കൂടി പറഞ്ഞിട്ട് ഞാൻ റിലീസ് ചെയ്യാം മൈക്ക്. പിന്നെ അപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കുന്ന രീതി, ചിലവർക്ക് അത് പല്ല് ക്രമം കെട്ടിയിരിക്കുന്നുണ്ട് നമ്മൾ എത്ര ബ്രഷ് ചെയ്താലും വായനാറ്റം പോവാറില്ല. അങ്ങനെ വായനാറ്റം പെട്ടെന്ന് വരുന്നു. കാരണം ആ ഭക്ഷണത്തിന്റെ രീതി, അല്ല കഴിച്ച ഭക്ഷണം അംശങ്ങൾ വായയിൽ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടാവും. അതായിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടാവുന്ന ഒരു കാരണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു 6 മാസം കൂടുമ്പോൾ ഒരു തരം ക്ലീനിങ് ചെയ്യുക. ദിവസം എല്ലാ തരം ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് ബ്രഷ് ചെയ്യുക. ഉടനെ തന്നെ ബ്രഷ് ചെയ്താൽ ഇതിനുവേണ്ടി ഒരു രീതിയിൽ നമുക്ക് പറ്റും. ഇനി ക്രമക്കേട് ഇല്ല എന്നാണ് ഉള്ളതെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു മൗത്ത് വാഷ്, അതായത് ഏതെങ്കിലും ഒരു മൗത്ത് വാഷ്, ഈ ഹെക്സിഡീൻ അല്ലെങ്കിൽ പല രീതിയിലും പലയിടത്തും പല രീതിയിലും പല ബ്രാൻഡിലും കിട്ടുന്നുണ്ട്. ഏതെങ്കിലും ഒരു മൗത്ത് വാഷ് നമുക്ക് ഒരു അതിന്റെ കിട്ടുന്ന കപ്പിന്റെ ഒരര സൊല്യൂഷനും അതിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുറെ വരെ ഈ വായനാറ്റം നമുക്ക് മാറ്റാൻ പറ്റും. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കൾ? ആദ്യമായി ഡോക്ടർക്ക് നന്ദി പറയുകയാണ്. ശുക്രൻ ജസാക്കല്ലാഹ് ഡോക്ടറെ ക്ലാസ് എടുത്തതിന്. ഡോക്ടറെ, ഈ ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കൂടുതൽ ഒരു പ്രാവശ്യം ഞാൻ ചെയ്തു, അപ്പൊ പിന്നെ അതിനുശേഷം കുളിപ്പ് ഒക്കെ വല്ലു തുടങ്ങി. അന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു എല്ലാ വർഷവും ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതിനൊക്കെ എന്താണെന്ന് ഡോക്ടറിന് വിശദീകരിച്ചു. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഡോക്ടറെ, എനിക്ക് ചോദിക്കാനുള്ള ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ മകന് ഇപ്പൊ 3 വയസ്സുണ്ട്. അവന്റെ പല്ല് ഇങ്ങനെ ചെറുങ്ങനെ പൊടിഞ്ഞു പോകുന്നെന്ന് പറഞ്ഞു. പല്ലിന് പോടും കാര്യങ്ങളൊന്നുമില്ല, എല്ലാ ദിവസവും പല്ല് തേക്കാറുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇന്നിപ്പോ വിളിച്ചാൽ പറഞ്ഞ ഇങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഇപ്പൊ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടറെ കാണിക്കാൻ അതിന് പ്രത്യേകിച്ചിട്ട് എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് അറിയുന്നത് കൊള്ളായിരുന്നു. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്ന ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കാം. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യം മാസിൻ ചോദിച്ച ചോദ്യം മറന്നുപോയി. മാസിൻ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? പല്ല് ക്ലീൻ ചെയ്യുന്ന രീതിയിൽ. ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പുളിപ്പ് അനുഭവപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചിലപ്പോൾ ഈ മോണ ഇറങ്ങിയിട്ട്, അതുകൊണ്ടും പ്രത്യേകിച്ച് ഈ താഴെപ്പല്ലിന്റെ പിൻവശത്താണ് നമുക്ക് അധികം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പുളിപ്പ് അനുഭവപ്പെടുക. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മോണ അവിടെ ഇറങ്ങിയിട്ടുണ്ടാവും. മോണ ഇറങ്ങുന്നത് കൊണ്ട് അവിടെ ഈ കാൽക്കുലസ് അഥവാ നമ്മൾ ഭക്ഷണം ഇരുന്നിട്ട് അത് കട്ട പിടിച്ചിരിക്കണം. ക്ലീൻ ചെയ്യുമ്പോൾ ഇതൊക്കെ അടന്നുപോയി നമ്മളെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഡെന്റീനിയൽ ട്യൂബ്യൂൾസ് എന്ന് പറയുന്ന ഈ സംഭവം നമ്മളെ ഈ അത് എക്സ്പോസ് ആയിരിക്കും. അത് നമ്മൾ ക്യാവിറ്റിയിലേക്ക് ഒന്നുകൂടിയും നമ്മളെ വായയിലേക്ക് അത് ഒന്നുകൂടി പുറത്തേക്ക് നിൽക്കും. അപ്പൊ കുറച്ച് കാലത്തേക്ക് 1-2 ആഴ്ചയ്ക്ക് നമുക്ക് അതൊരു പുളിപ്പ് അനുഭവപ്പെടും. അത് പലരും പറയുന്നതൊക്കെ പല്ല് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പുളിപ്പുണ്ടാവും, അതുകൊണ്ട് ക്ലീൻ ചെയ്യാത്തതെന്ന്. അതൊരിക്കലും അതല്ല കാരണം. പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കാരണം കൊണ്ട് ഉള്ള അണുക്കൾ അതിന്റെ സംബന്ധമായ കാര്യങ്ങളൊക്കെ നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ച് നമ്മളെ മോണ തിരിച്ച് പഴയ രൂപത്തിലേക്ക് ആവാനും പല്ല് അത് അഡ്ജസ്റ്റ് ചെയ്ത് വരാനും കുറച്ച് സമയമെടുക്കും. അതുവരെ വേണമെങ്കിൽ നമുക്ക് 2 ആഴ്ച വേണമെങ്കിൽ അതേപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പേസ്റ്റോ അല്ലെങ്കിൽ മൗത്ത് വാഷോ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ സമാധാനം ഉണ്ടാവും. പിന്നെ കൊല്ലത്തിൽ ഒരിക്കൽ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ 6 മാസത്തിലൊരിക്കലാണ് നമ്മൾ പറയല്, കൊല്ലത്തിലൊരിക്കലും ചെയ്യാൻ പറ്റുമെങ്കിൽ വലിയൊരു ഖൈറാണ്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. നമ്മളെ മുസ്തഫ പുതിയങ്ങാടി സാഹിബ് ചോദിച്ച ചോദ്യം ഞാൻ വിട്ടുപോയി. എൻ്റെ അടുക്ക്
അപ്പോ അവർ ചോദിച്ചതുപോലെ മോൻക്ക് 3 വയസ്സായ മോൻക്ക് പല്ല് പൊടിഞ്ഞു പോണു എന്നുള്ള കാര്യം കേടില്ല എന്ന് ഉറപ്പാണെങ്കിൽ അതിന് ഒരു ഹെറിഡിറ്ററി അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളർച്ചയിൽ പല്ല് വരുന്ന രീതിയിൽ ഉണ്ടാവുന്ന പാലുപല്ലുകൾക്ക് ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. അത് ചിലർക്ക് അത് കുടുംബത്തിൽ അവരെ ഏട്ടനനിയന്മാർക്കും കാണാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ വ്യക്തിക്ക് മാത്രമായിട്ട് നമുക്ക് കാണാം. അതൊരു പേടിക്കേണ്ട ഒരു കാര്യം അല്ല എന്ന് ആദ്യം തന്നെ പറയാം. മക്കളെ കാര്യം നമുക്ക് ഒന്നുകൂടിയും വേവലാതി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊരു പേടിക്കേണ്ട ഒരു അവസ്ഥയല്ല. അത് നമ്മൾ അതിന് വേണ്ടി നമുക്ക് ചികിത്സിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ കാര്യമാക്കേണ്ട കാര്യം എന്താണെന്ന് പാൽപ്പല്ലാണ്. അത് നല്ലോണം കേടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നേരത്തെ തന്നെ മുൻകൂട്ടി അടക്കാൻ ഉള്ള രീതി നമ്മൾ ഇപ്പോഴേ നോക്കുക. കാരണം മൊത്തം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോൻക്കാണെങ്കിലും ബുദ്ധിമുട്ടാണ്, വരുന്ന പല്ലിനും ബുദ്ധിമുട്ടാണ്, മോൻക്ക് ഭക്ഷണം കഴിക്കാനായാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നേരെ മറിച്ച് നമ്മൾ ഇപ്പോഴേ അത് നോക്കുകയാണെങ്കിൽ അത് അടച്ചിട്ട് അത് അവിടെ നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് കുറെ സഹായിക്കാൻ പറ്റും. ഈ പാൽപ്പല്ലുകൾ ഇല്ലെങ്കിൽ വരുന്ന പല്ലുകൾ പൊടിഞ്ഞു പോവുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കാൽഷ്യം ഡെപ്പോസിഷൻ അതിൽ വരുന്ന ഒരു പാളിച്ച അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് അതിനുണ്ടാവുന്ന മെയിൻ കാരണം. അപ്പോൾ അതിന് പാളിച്ചുണ്ടാവുന്ന സമയത്ത് നമ്മൾ പല്ലിന് ബലം സ്വാഭാവികമായിട്ട് കുറയും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കട്ടിയുള്ള ആഹാരം കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ബാക്കിലുള്ള പല്ലുകൾ ആദ്യം പൊടിയാൻ തുടങ്ങും. പിന്നെ അത് മുന്നിലത്തെ പല്ലിലേക്ക് സ്വാഭാവികമായിട്ടും ബാക്കിലത്തെ പല്ലുകൊണ്ട് നമുക്ക് കടിക്കാൻ പറ്റാണ്ടാവുമ്പോൾ നമ്മൾ മുന്നിലത്തെ പല്ലുകൊണ്ട് കടിക്കാൻ ശ്രമിക്കും. അപ്പോൾ മുന്നിലത്തെ പല്ലും അതുകൊണ്ട് തന്നെ അതും പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം അത് പല്ല് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തുന്നതിന് മുമ്പ് അത് അടച്ച് അടുത്ത പല്ല്, അതായത് ബാക്കി പെർമനന്റ് ആയിട്ടുള്ള പല്ല് വരുന്നവരെ അത് സംരക്ഷിക്കുക എന്നാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത്. പിന്നെ അഥവാ മറ്റേ മെയിൻ പല്ലും വന്നു കഴിഞ്ഞിട്ടും ഇതേ അവസ്ഥയാണെങ്കിൽ നമുക്ക് പല്ലിന് നിറത്തിൽ വ്യത്യാസം ഉണ്ടാവും. പല്ല് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പല്ല് ഒന്നുകൂടി ഒരു ബ്രൗണിഷ് ഒരു കളറായിട്ട് ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സ എന്തായാലും തേടണം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി. എന്റെ മകന്റെ പുതിയ പല്ല് വന്നതിൽ വൈറ്റ് ഡോട്ട്സ് കാണുന്നു. ഇത് എന്തുകൊണ്ടാണ്? പഴയ പല്ല് കേടുള്ള പല്ലായിരുന്നു. പുതിയ പല്ലിനു ഇതുകൊണ്ട് കുഴപ്പം ഉണ്ടാകുമോ? അത് ഞാൻ നേരത്തെ ഈ കാര്യം സൂചിപ്പിച്ച പോലെ ഈ ഫ്ലൂറോസിസ് എന്നൊരു അസുഖം നമ്മൾ പല രീതിയിൽ കടപ്പുറം ഏരിയകളിൽ പ്രത്യേകിച്ച് അത് കണ്ടുവരുന്നതാണ്. ഈ ഫ്ലൂറോസിസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ പല്ലിനെ സംബന്ധിച്ചിടത്തോളം പല്ല് വരുന്ന സമയത്ത് അതിന്റെ കാൽസ്യത്തിനെയും അതിന്റെ മിനറലൈസേഷനെയും ബാധിക്കുന്ന ഒരു കാര്യം. അത് അധികമായി കഴിഞ്ഞാൽ വരുന്ന ഒരു അസുഖമാണ്. ഫ്ലൂറൈഡ് പേസ്റ്റ് ഉപയോഗിക്കാം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അത് അധികമായി കഴിഞ്ഞാൽ വരുന്ന ഒരു അസുഖമാണ് ഈ ഫ്ലൂറോസിസ്. ഈ ഫ്ലൂറോസിസ് എന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അധികം വരുന്നതുകൊണ്ട് അതിന്റെ റിയാക്ഷൻ കുറയുകയും പല്ലിന് വീണ്ടും ബലം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വെള്ള കുത്തുകളായിട്ടാണ് കാണാം. ചിലവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഹെറിഡിറ്ററി ആയിട്ട് വരാം. ഇല്ലെങ്കിൽ ഈ വെള്ളത്തിൽ ചില കടപ്പുറം സൈഡിലുള്ള ഏരിയകളിൽ വെള്ളത്തിലെ അംശത്തിൽ ഈ ഫ്ലൂറൈഡിന്റെ കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ അവരെ വീട്ടിലുള്ളവർക്ക് അല്ലെങ്കിൽ ആ വെള്ളം ഉപയോഗിക്കുന്നവർക്ക് അവരെ ബന്ധുമിത്രാദികൾക്ക് ഒക്കെ ഈ രീതിയിലുള്ള അസുഖം കണ്ടുവരാറുണ്ട്. ഇനി മോന് മാത്രമാണെങ്കിൽ അത് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ വൈറ്റ് ഡോട്ട്സ് എന്ത് കാണുന്നു, അതായത് തീർച്ചയായിട്ടും അത് പുറത്ത് ഉള്ളൊരു കേട് എന്നല്ല, അത് അകത്ത് ഉള്ളൊരു പ്രശ്നം തന്നെയാണ്. അത് നമുക്ക് അത് പാൽപ്പല്ല് മാറിയിട്ട് പുതിയ പല്ലും അത് വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളത് ശ്രദ്ധിക്കണം. അത് എന്തായാലും അത് അടക്കണം. കാരണം ഇപ്പൊ അടച്ചിട്ടില്ലെങ്കിൽ അത് പല്ല് പൊടിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മക്കൾക്ക് തന്നെ അത് ഭാവിയിൽ ഒരു പ്രശ്നമായിട്ട് മാറും. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. പേസ്റ്റിൽ പന്നിനെയ്യ്
ഊട്ടുന്നു എന്ന് കേട്ടുന്നു ശരിയാണോ? ഇത് നേരത്തെ ഞാൻ ഉത്തരം പറഞ്ഞതാണ്. ഞാൻ കേട്ടു എന്ന് അതിന് ഉത്തരങ്ങൾ കേട്ടും തോന്നുന്നു. അത് പന്നി കേട്ടു പലരും പല രീതിയിലും അത് പറയുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ വിവരം വെച്ചിട്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് എൻ്റെ കുറച്ച് വിവരം വെച്ചിട്ട് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ഞാൻ കിട്ടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്തായാലും അടുത്ത പ്രാവശ്യം ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് പറയാൻ നോക്കാം. ടെമ്പററി ആയി വെച്ച പല്ല് എത്ര കൊല്ലം കൊണ്ട് ചേഞ്ച് ചെയ്യണം? അത് കൊല്ലം കൊണ്ടല്ല. അതായത് ടെമ്പററി ആയി പല്ല് വെച്ച് എന്ന് ഉദ്ദേശിച്ചത് അതായത് അത് റൂട്ട് കനാൽ ചെയ്തതിന് ശേഷം വെച്ച ഒരു പല്ല് വെച്ചത് അത് ഊരാൻ പറ്റുന്ന രീതിയിലുള്ളതാണോ അത് ഫിക്സ്ഡ് ആയിട്ടാണോ വെച്ചേക്കണെന്നുള്ളത് അറിയില്ല. പിന്നെ അത് അടച്ചേക്കുന്നതാണോ ടെമ്പററി ആയിട്ട് അടക്കാം നമുക്ക്, ഇല്ലെങ്കിൽ പല്ല് വെക്കുകയും ചെയ്യാം. എന്താണ് ചോദ്യകർത്താവ് ഇവിടെ ഉദ്ദേശിക്കണത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഏതായാലും അടച്ചതാണെങ്കിലും വെച്ചതാണെങ്കിലും അത് 1 മാസം ഇല്ലെങ്കിൽ 2 മാസം കൊണ്ട് മാറ്റണം. ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ അത് വെച്ച രീതിയിലാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഊരിയെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് പിന്നെ മാറ്റാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായാലും മാറ്റണം. നമ്മളത് വെച്ചുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല. അത് മാറ്റി പെർമനന്റ് ആക്കണം. ഇപ്പൊ അതായത് സെറ്റ് പല്ല് വെക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഊരിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതുണ്ട്. അതാണോ താങ്കൾ വെച്ചിരിക്കുന്നത്? അതായത് പല്ല് എടുത്തതിന് ശേഷം നമ്മൾ താൽക്കാലികമായിട്ട് പല്ല് വെക്കാൻ പറ്റുമോ? അതാണെങ്കിൽ അത് വെക്കുന്നതിന് കുഴപ്പമില്ല. നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നത്? ഇപ്പൊ സെറ്റ് പല്ല് വെക്കുന്നവരാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് അത് രാത്രി കിടക്കാൻ നേരത്ത് വെള്ളത്തിലിട്ടേക്ക് ഒരു ഇളം ചൂട് വെള്ളത്തിൽ അത് ഇട്ട് വെക്കണം. ഇല്ലെങ്കിൽ അത് വെച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വായിലുള്ള ഉമിനീര് ആ ഭാഗത്തേക്ക് എത്തൂല. അതുകൊണ്ട് തന്നെ അവിടുത്തെ അണുക്കൾ കൂടും. ഭാവിയിൽ അത് അവർക്കൊരു ബുദ്ധിമുട്ട് ആയി മാറുകയും ചെയ്യും. അതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അവർക്ക് എരിവുള്ള ഭക്ഷണം അതുപോലെ തന്നെ പിന്നെ ഈ ചൂടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് ആ ഭാഗത്ത് എരിവ് അനുഭവപ്പെടുകയും പുകച്ചിൽ അനുഭവപ്പെടുകയും ഒക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സെറ്റ് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് രാത്രി കിടക്കാൻ നേരത്ത് ഊരി വെള്ളത്തിൽ ഇട്ട് വെക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. അത് എത്രത്തോളം ഉപയോഗിക്കുന്നത് അത് നമ്മൾ ഉപയോഗിക്കുന്ന രീതി, അത് വെച്ചേക്കുന്ന പല്ല് വെച്ചേക്കുന്ന സ്ഥലം അതനുസരിച്ചിരിക്കും അതിന്റെ കാലാവധിനെ നമ്മൾ നിശ്ചയിക്കുന്നത്. ഏതായാലും മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ 3 പ്രാവശ്യമായി മൈക്ക് എടുക്കുന്നു, കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഏതായാലും ബഹുമാനപ്പെട്ട ഡോക്ടർ സാഹിബ്, അദ്ദേഹത്തിന് അള്ളാഹു ദീർഘായുസോടെയുള്ള നൽകട്ടെ. ഈ ക്ലാസ് റൂമിന് വേണ്ടിയിട്ട് ഇത്രയും നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ. ഡോക്ടറോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ 14 വയസ്സുള്ള ഒരു കുട്ടിക്ക് താഴെ മോണയിൽ 2 അണപ്പല്ല് വന്നിട്ടില്ല. അത് എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ അത് ഇനി വരില്ല എന്ന് പറയുന്നു. അപ്പൊ എന്റെ സംശയം, ഇപ്പോ ആ 2 അണപ്പല്ലിന്റെ ഭാഗത്ത് ക്യാപ്പായി കിടക്കുകയാണ്. അപ്പൊ അത് മേലെയുള്ള പല്ല് കീപ്പോട്ട് താഴ്ന്നു വരുമോ, അല്ലെങ്കിൽ അതിന് അവിടെ എന്തെങ്കിലും ഫില്ല് ചെയ്യേണ്ടതുണ്ടോ, അത് എന്തുകൊണ്ടിട്ടാണ്, അല്ലെങ്കിൽ എന്താണ് അതിന് പ്രതിവിധി എന്നൊന്ന് പറഞ്ഞാൽ വളരെ ഉപകാരം. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബൂ സവാദ് സാഹിബ്, എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അണപ്പല്ല് എന്ന് പറയുന്നത് 3 തരത്തിലുള്ള അണപ്പല്ലുണ്ട്. അതായത് നമുക്ക് ആദ്യം 6-ാം വയസ്സിൽ വരുന്ന ഒരു അണപ്പല്ലുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് ഒരു 10-12 വയസ്സാകുമ്പോൾ വരുന്ന അണപ്പല്ലുണ്ട്, പിന്നെ 3-ാമത്തെ പല്ല് വരുന്നത് അത് 18 മുതൽ 22 വയസ്സിന്റെ ഇടയ്ക്ക് വരുന്ന പല്ലുണ്ട്. അപ്പൊ ഇതിൽ ഏത് 12-ാം വയസ്സിൽ വരുന്ന ഒരു പല്ലാണെന്നുണ്ടെങ്കിൽ അത് വരില്ല എന്ന് അവർ പറഞ്ഞു. അവർ കീറിയെടുക്കണം എന്നെങ്കിലും അവർ പറഞ്ഞിരുന്നു? അത് എന്തുകൊണ്ട് അത് വരുന്നില്ല എന്നുള്ളതാണ്. അവിടെ പല്ലില്ല.
പല്ലില്ലെങ്കിൽ മേലെ അതിന് വേണ്ട ഒരു പല്ലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ട പല്ല് സെറ്റിന്റെ അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ വെക്കാൻ നോക്കണം. പിന്നെ വേറെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ബാക്കിൽ ഒരു പല്ലും കൂടി വരുന്നുണ്ട്. ഒരു 18 ഇൻഷാല്ല 18, 20, 22 ഇടയ്ക്ക് വരുന്ന ഒരു പല്ലുണ്ട്. ആ പല്ലിനെ ഈ വെക്കുന്ന സെറ്റ് പല്ല് ഒരിക്കലും ബാധിക്കാൻ പാടില്ല. ഇൻഷാല്ല അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഓർത്തോ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അത് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് മേലെയുള്ള പല്ല് അതുവരെ താഴെ ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പല്ല് വെച്ചിട്ട് അതിനെ തടഞ്ഞു നിർത്താം. ഇല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും അത് താഴേക്ക് വളർന്നു വരും. ഒരു പല്ല് വളർന്നു വന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഏതൊരു 12-ാം വയസ്സിൽ അതിന്റെ വേരുകൾ അത് വരാൻ വേണ്ടിയിട്ട് ഏകദേശം 3 കൊല്ലം ആണ് പറയുന്നത്. അതായത് ആ പല്ലിന്റെ പൂർണ്ണമായിട്ട് അതിന് വളർച്ച എത്തുന്നത് ഉള്ളിലേക്കുള്ള വേരടക്കം വരുന്നത് അതിന്റെ പല്ല് വായിലേക്ക് വന്നതിന് ശേഷം ഒരു 3 കൊല്ലാണ് അതിന്റെ സമയം പറയുന്നത്. അപ്പോൾ 12 അത് കഴിഞ്ഞിട്ടാണ് അടുത്ത പല്ല് വരുന്നത്. അപ്പൊ നമ്മൾ ആ പല്ല് താഴേക്ക് വരാൻ വേണ്ടിയിട്ട് അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് പല്ല് വെക്കണം. പക്ഷെ എനിക്ക് അറിയില്ല അതെങ്ങനെയാണ് എത്രത്തോളം അത് അവിടെ സാധിക്കും എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളൊരു ഒരാളെ കാണിക്കുക, അവരുടെ അഭിപ്രായം എടുക്കുക. ഒരു ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല്ല് ഡോക്ടറുടെ ഡെന്റിസ്റ്റുകളുടെ ഒരു വിഭാഗമുണ്ട്, പീരിയോഡോണ്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് കുട്ടികൾക്ക് പീഡിയാട്രീഷ്യൻസ് എന്ന് പറയുന്ന പോലെ തന്നെ പിള്ളേർക്ക് പീരിയോഡോണ്ടിസ്റ്റ് എന്ന രീതിയിലുണ്ട്. അപ്പൊ അവരെ കാണിക്കുകയാണെങ്കിൽ അത് അവർ അതിൻ്റെതായ തക്കതായ ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അവർ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു സംശയം കൂടി ഡോക്ടർ സാറ്, ഈ എന്തുകൊണ്ടായിരിക്കാം ഈ പല്ല് വരാതിരിക്കുക? അതിനുള്ള കാരണം എന്തായിരിക്കും? എന്റെ ഇത് ഒന്ന് വിശദീകരിക്കാമോ? 2 പല്ല് ഇല്ല എന്ന് എക്സ്റേ എടുത്തപ്പോ പറഞ്ഞു, 2 പല്ല് ഇനി അവിടെ വരില്ല എന്നും പറഞ്ഞു. അപ്പൊ അത് എന്തുകൊണ്ടിട്ടായിരിക്കും അത് അങ്ങനെ പല്ലില്ലാതെ വരുന്നത് എന്നോട് ഒന്ന് വിശദീകരിക്കാമോ? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് എന്തുകൊണ്ടില്ല എന്ന് പറയുന്നതിൽ നമുക്ക് അത് ചിലപ്പോൾ ജനറ്റിക് ആയിട്ട്, അതായത് അവിടെ അതിൻ്റെ ടൂത്ത് ബഡിൽ നിന്നാണ് പല്ലുണ്ടാവുന്നത്. ഈ പല്ലിന് മുൻകൂട്ടിയിട്ട് ഒരു പാൽപ്പല്ല് ഇല്ല. അപ്പോൾ അത് എന്തുകൊണ്ടുണ്ടാവും? ചിലപ്പോൾ ജനറ്റിക് ആയിട്ടുള്ള ഒരു കാരണം കൊണ്ടാവാം. പലപ്പോഴും പലർക്കും മുന്നിലത്തെ 2 പല്ല് ഉണ്ടാവാറില്ല. മിക്കപ്പോഴുള്ള സംഭവങ്ങൾ മുന്നിലത്തെ പല്ലുകൾ 2, അതായത് സൈഡിൽ ഉണ്ടാകുന്ന ലാറ്ററൽ ഇൻസൈസർ അഥവാ നമ്മൾ മുമ്പിൽ കാണുന്ന 2 പല്ലിന്റെ സൈഡിൽ കാണുന്ന 2 പല്ലുകൾ മേലെ ഭാഗത്ത് പലവർക്കും നമ്മളെ ഇന്ത്യൻ പോപ്പുലേഷൻ, പ്രത്യേകിച്ച് നമ്മളെ കേരള പോപ്പുലേഷനിൽ ഉണ്ടാവാണ്ട്. ഇല്ലെങ്കിൽ വരുന്ന പല്ലുകൾ ഒരു കോൺ ഷേപ്പിൽ പെഗ് ലാറ്ററൽസ് എന്നും പറഞ്ഞിട്ടും ആ രീതിയിൽ പല പഠനങ്ങളും കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ ഈ രീതിയിൽ 2 ഭാഗത്തും എന്തുകൊണ്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും അത് വളരെ ഒരു റെയർ ഇതാണ്. എന്താണെന്നുള്ളത് അല്ലാഹു അലം, എനിക്ക് ശരിക്കും അറിയില്ല. എന്തായാലും അത് ടൂത്ത് ബഡ് ഉണ്ടായിട്ടുണ്ടാവില്ല ആ പല്ല്. പലപ്പോഴും ഈ ലാസ്റ്റ് വരുന്ന പല്ല്, അതായത് ലാസ്റ്റ് വരുന്ന വിസ്റ്റം ടൂത്ത് എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് പറയുന്ന ആ പല്ല്, അല്ലെങ്കിൽ അണപ്പല്ല്, അല്ലെങ്കിൽ ഇപ്പൊ ഈ മലപ്പുറം ഭാഗത്തൊക്കെ ആണെങ്കിൽ കോട്ടിലെ പല്ല് എന്നൊക്കെ പറയും. അപ്പോ ആ പല്ല് വരുന്നത് ചിലർക്കും ഈ നമ്മളെ ഇപ്പോഴത്തെ ജനറേഷനിൽ പലർക്കും അത് കണ്ടുവരുന്നില്ല. ഇല്ലെങ്കിൽ വരുന്നുണ്ടെങ്കിൽ തന്നെ ആ പല്ല് മൊത്തമായിട്ടും വരാറില്ല. പലപ്പോഴും കീറിയെടുക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് വരുന്നത്. അപ്പൊ അതിനൊരു കാരണം, ഒരു പഠനം കാരണം കാണിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കഴിച്ചിരുന്ന ആൾക്കാരുടെ ഭക്ഷണ രീതിയും നമ്മൾ ഇപ്പോൾ കഴിക്കുന്ന ആൾക്കാരുടെ ഭക്ഷണ രീതിയും വളരെ വ്യത്യാസമുണ്ട്. പണ്ട് ആൾക്കാർ കഴിച്ചിരുന്നത് പല കട്ടി കൂടിയ ആഹാരങ്ങളും അത് സംബന്ധമായുള്ള ഒരു കാര്യം. അന്നേരം അവർക്ക് ആ പല്ല് വളരെ അനിവാര്യമായിരുന്നു. നേരെ മറിച്ച് നമ്മൾ ഇപ്പോഴത്തേക്ക് പലരും പല സോഫ്റ്റ് ആയിട്ടും ഫാസ്റ്റ് ഫുഡ് അങ്ങനത്തെ രീതിയിലേക്ക് മാറിയപ്പോൾ, അല്ലെങ്കിൽ നൂഡിൽസ് അങ്ങനെ പോലത്തെ സോഫ്റ്റ് ഭക്ഷണത്തിലേക്ക് കൂടുതൽ വന്നപ്പോൾ പൊറോട്ട മാറ്റി നിർത്തിയിട്ടാ ബാക്കിയെല്ലാ ഭക്ഷണത്തിലേക്ക് നമ്മൾ മാറിയ സമയത്ത് അതുകൊണ്ട് തന്നെ ആ പല്ലുകൾക്ക് നമുക്ക് അതിന്റെ ഭക്ഷണ രീതി നമുക്ക് വളരെ കുറവാണ് ആ പല്ലിന്റെ ഉപയോഗം വരുന്നത്. അതുകൊണ്ട് തന്നെ ആ പല്ല് നമുക്ക് വരുന്നത് അതൊരു കാലഘട്ടം അനുസരിച്ചിട്ട് അതിന് നമ്മുടെ ശരീരം അഡാപ്റ്റായി വരുന്നതിന്റെ ഒരു രീതിയായിട്ടാണ് അത് പഠനങ്ങൾ കാണിക്കുന്നത്. ഇപ്പൊ എന്തായാലും ആ പല്ല് വരാത്തതിൽ അല്ലാഹു അലം എന്താണ് അതിന്റെ വളരെ ഒരു റെയർ കേസാണ്. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ വിവരം കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും.
ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡോക്ടറോട് ഒരു സംശയം. ഞാൻ നിങ്ങളെ ക്ലാസ് കേട്ടിട്ടില്ല, മഗ്‌രിബിന്റെ ടൈമായി ഇവിടെ UAE. അപ്പൊ പിന്നെ കുറച്ചേ കേട്ടുള്ളൂ ആദ്യ ഭാഗം. എന്നാലും എനിക്കിപ്പോ വന്ന സംശയം, നിങ്ങളെ ഇതിലത് വന്നിട്ടുണ്ടോ എന്നറിയില്ല. ഒരു ചെറിയ കുഞ്ഞിന് ഏത് പ്രായത്തിലാണ് ആദ്യമായിട്ട് പല്ല് വരിക? കാരണം സ്ത്രീകളൊക്കെ പൊതുവെ ബേജാറാവാൻ എന്റെ കുട്ടിക്ക് പല്ല് വന്നില്ല, എന്റെ കുട്ടിക്ക് പല്ല് വന്നില്ല എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പൊ ഏത് പ്രായത്തിലാണ് പല്ല് വരേണ്ടത്? എത്ര പ്രായം വരെ നമ്മൾ കാത്തിരിക്കണം? ഏത് പ്രായത്തിലാണ് അങ്ങനെ പല്ല് വരാൻ ഞാൻ ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകേണ്ടത് എന്നൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതായത് പല്ല് വരിക എന്ന് പറഞ്ഞാൽ പാൽപ്പല്ല് വരുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അധികം 6 മാസം, അത് അഷ്റഫ് കണ്ണൂർ അവിടെ അസ്കർ കണ്ണൂർ പറഞ്ഞ പോലെ 6 മാസത്തിലാണ് അതായത് പാൽപ്പല്ല് ആദ്യം കണ്ടു തുടങ്ങുക. അത് അധികം പല പഠനങ്ങളും കാണിക്കുന്നുണ്ട്, പല രീതിയിലും കാണിക്കുക. അതായത് ചിലർക്ക് പെൺകുട്ടികളിൽ പെട്ടെന്ന് പല്ലിന്റെ വളർച്ച, അതേപോലെ അവരെ മൈൽ സ്റ്റോണുകൾ, അവര് കമിഴുന്നതും അതായത് മുട്ടൂത്തി നീന്തുന്നതും അവരെ വളർച്ച രീതികൾ ഒന്നുകൂടി വേഗമായിരിക്കും ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയപ്പെടുന്നുണ്ട്. ചിലർ അത് രണ്ടും തുല്യതാണ്, വ്യത്യാസമില്ല എന്നും പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ശരി, 6 മാസം മുതലാണ് നമ്മൾ പല്ല് വരേണ്ടത്. ഇപ്പോൾ ഏകദേശം 1 വയസ്സായിട്ടും പല്ല് വന്നിട്ടില്ല എന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണ്. ചില അപൂർവം ചില പിള്ളേരുകളിൽ ജനിച്ച ഉടനെ തന്നെ പാൽപ്പല്ല് കാണാം. അതിൽ നമ്മൾ അധികം അത്ഭുതപ്പെടേണ്ടതില്ല. അത് കൊഴിഞ്ഞു പോവുകയും ചെയ്യും, അതിന്റെ അടിയിൽ വേറെ പല്ല് വരികയും ചെയ്യും. അപ്പൊ അത് അങ്ങനെയും ചില നിയോനാറ്റൽ ടീത്ത് എന്നാണ് അതിനെ പറയുന്നത്. പ്രൈമർ ടീത്തിന് മുമ്പായിട്ട് വരുന്നത് നിയോനാറ്റൽ ടീത്ത് എന്നാണ് അതിന് പറയുന്നത്. ആ രീതിയിലുള്ള പല്ലുകൾക്ക് വരുന്നത്. അതായത് അതിൽ ചിലപ്പോൾ താഴെ ഒരു 2 പല്ലായിട്ട് കാണാം. അതും കാര്യമാക്കേണ്ട ഒരു വിഷയമല്ല. ഏതായാലും തന്നെ 6 മാസം കൂടുമ്പോഴാണ്, അല്ലെങ്കിൽ 6ാമത്തെ മാസമാണ് ഒരു പല്ല് വരുന്നത്. പിന്നെ നേരെ മറിച്ച് അത് 6 വയസ്സാകുമ്പോഴാണ് നമ്മൾ മറ്റേ പാൽപ്പല്ല് കൊഴിഞ്ഞു പോയിട്ട് അതായത് നമ്മൾ പെർമനന്റ് പല്ലുകൾ, ഒറിജിനൽ അതായത് നിത്യം ഉണ്ടാവുന്ന പല്ലുകൾ വരുന്നത്. അത് 6ാം വയസ്സ് മുതലാണ്. അത് 6 മുതൽ 8 വയസ്സ് വരെ വന്നിട്ടില്ല എങ്കിൽ അത് 8 വയസ്സിന് ശേഷം ഒരു ഡോക്ടറെ നമ്മൾ കാണേണ്ടത്. ഏതായാലും മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ DC ആണോ? ക്രൗൺ മൈക്കിൽ വന്നിരുന്നോ? ക്രൗൺ 1 മൈക്കിൽ വന്നിരുന്നോ? എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇല്ല അല്ലെ? എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ ക്രൗൺ 1 മൈക്ക് വേണമെങ്കിൽ ഒന്ന് വീണ്ടും റൈസ് ഹാൻഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ. അപ്പോ ബഹുമാനപ്പെട്ട ഡോക്ടർ സാർ, ഈ ഞാൻ നേരത്തെ ചോദിച്ച ഒരു സംശയം കൂടിയാണ്. താഴെ 2 അണപ്പല്ലില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവിടെ ഫില്ല് ചെയ്യാൻ ആയിട്ട് അവിടെ വേറെ പല്ല് പകരം വെച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അതിപ്പോ ആ കുട്ടിക്ക് എത്രാമത്തെ വയസ്സിലാണ് ഇനി അതങ്ങനെ മേലത്തെ മോണയിൽ നിന്ന് പല്ല് വളർന്ന് താഴോട്ട് വരാതിരിക്കാൻ പല്ല് വെച്ചു കൊടുക്കേണ്ടത്? എത്ര വയസ്സിലാണ് എന്നുകൂടി ഒന്ന് അറിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. അതുപോലെ തന്നെ ഇനിയും ഡോക്ടറോട് ചോദിക്കേണ്ട ആളുകൾ, സംശയമുള്ള ആളുകൾ, ഐഡിയ ഉള്ള ആളുകൾ എല്ലാവരും റൈസ് ഹാൻഡ് ചെയ്ത് മേലേക്ക് വരേണ്ടതാണ് എന്നുകൂടി ഉണർത്തുന്നു. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ പല്ലിന്റെ വേര്, അതായത് ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞാൽ നമ്മൾ ഈ പല്ല് താഴേക്ക് വരുന്നതും വേര് കംപ്ലീഷനുമായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ള നമ്മൾ ആദ്യം മനസ്സിലാക്കി. കാരണം നമ്മൾ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നും അതിനെ വിശേഷിപ്പിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഒരു ന്യൂട്രൽ സോൺ എന്നൊരു സോൺ നമ്മളെ പല്ലിന്റെ ഒക്ലൂഷൻ അഥവാ നമ്മൾ പല്ല് കടിച്ചു പിടിക്കുന്ന ഒരു ഏരിയയിലുണ്ട്. അതിന് 4 സ്ഥലത്തുനിന്നും അതിൻ്റെതായ ഫോഴ്സ് വരുന്നുണ്ട്. ഒന്ന് മേലത്തെ പല്ലിൽ നിന്നുള്ള ഫോഴ്സ്, അതേപോലെ തന്നെ അതിനെ തടുത്തുകൊണ്ട് തന്നെ താഴെ നിന്ന് വരുന്ന പല്ലിന്റെ ഫോഴ്സ്. വേറെ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കവിളിൽ നിന്ന് വരുന്ന ഫോഴ്സ്, അതിനെ തടുത്തുകൊണ്ട് തന്നെ നാവിൽ നിന്ന് വരുന്ന ഫോഴ്സ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, ഈ പ്രായമുള്ളവരിൽ ബാക്കിലത്തെ പല്ല് പോയി കഴിഞ്ഞാൽ അവരെ കവിള് പെട്ടെന്ന് ഒട്ടിയിരിക്കുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം.
അത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം അവർക്ക് അതിന് ഒരു ന്യൂട്രൽ സോൺ എന്ന് പറയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു സോൺ അത് അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ്. അത് തീർച്ചയായിട്ടും അതും ഒന്ന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ബാക്കിയുള്ള പല്ലിനെ ബാധിക്കും. നമ്മളിപ്പോ നിങ്ങൾ ചോദിച്ചപ്പോൾ എത്ര സമയം നമുക്ക് കാത്തിരിക്കാൻ പറ്റും എന്നുള്ളതിന് ഒരു പ്രസക്തിയില്ല. ആ പല്ല് വരില്ല എന്ന് കാണാമെങ്കിൽ നമുക്ക് അത് മാക്സിമം അതൊരു പീരിയോഡോണ്ടിസ്റ്റിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവരൊരു ഒപ്പീനിയൻ എടുത്തിട്ട് വെക്കേണ്ടതായിട്ട് വെക്കുന്നതാണ് നല്ലത്. എന്നാൽ മാത്രം നമുക്ക് പിന്നെ മറ്റു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം അതിന്റെ ബാക്കിൽ വരുന്ന പല്ല് അത് എപ്പോൾ വരും എന്നുള്ളതും കൂടി വന്നു കഴിഞ്ഞാൽ അതിനെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും കൂടി അഭിപ്രായം എടുക്കേണ്ടതാണ്. പിന്നെ കുറെ പേര് എനിക്ക് PM ചെയ്തിട്ടുണ്ട്, പിന്നെ മൈക്കിലുള്ളവർ അത് കഴിഞ്ഞിട്ടാവാം PMലേക്ക് കടക്കുന്നത് എന്ന് വിചാരിച്ചാൽ കുറെ PM വന്നു കിടക്കുന്നുണ്ട്. ഏതായാലും ഞാൻ ക്രൗൺ 1 കഴിഞ്ഞിട്ട് PMലേക്ക് ഇൻഷാ അല്ലാഹ് കടക്കാം. മൈക്കിൽ ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഡോക്ടറോട് ചോദിക്കാറുള്ളതേ, അടപ്പിച്ച പല്ലില് ഇടയ്ക്കിടെ വേദന ഉണ്ടാകുന്നു, അതിനൊരു പ്രതിവിധി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആകെ രണ്ട് കാര്യം എനിക്ക് ഒന്ന് സലാമും പിന്നെ വേദന ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലായുള്ളൂ. എന്തുകൊണ്ട് വേദന ഉണ്ടാവുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിലായി കേട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ, കട്ടുള്ളുണ്ടെങ്കിൽ ക്ലിയർ ഉണ്ടായിരുന്നില്ല കേൾക്കാൻ വേണ്ടിട്ട്. അടപ്പിച്ച പല്ലില് വേദന ഉണ്ടെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഓക്കെ. അടപ്പിച്ച പല്ല് വേദന ഉണ്ടെങ്കിൽ അത് ഒരു കാരണത്തിനെങ്കിൽ ഒന്ന് അടച്ച പല്ലിന്റെ അടിയിൽ, അതായത് നമ്മൾ അടച്ച പല്ലിന്റെ റെസ്റ്റോറേഷൻ എന്ന് പറയുന്ന അതിന്റെ അടി നമ്മൾ വെച്ച ഇതിന്റെ അടിയിൽ വീണ്ടും കേട് വന്നിട്ടുണ്ടാകാം ഒരു കാരണം. ഇല്ലെങ്കിൽ അതിന്റെ സംബന്ധിച്ചിട്ടുള്ള ഒരു മോണ അതിന്റെ പല്ലിന്റെ ഇടയിലാണ് വേദന എങ്കിൽ അതിന്റെ മോണയ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ടുണ്ടാവും. മെയിനായിട്ടും നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റില്ല എങ്കിലും ഉള്ളിൽ അത് കേട് അത് ഉണ്ടായിട്ടുണ്ടാവും, രണ്ടാമത് ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ അടച്ച രീതിയിലുള്ള ഒരു വ്യത്യാസമോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടോ കൊണ്ടാവാം ഇതായിട്ടുണ്ടാവാം. ഏതായാലും നിങ്ങൾ വേദന വരുന്നുണ്ടെങ്കിൽ അത് ഒന്നും കൂടി ഒരു ഡോക്ടറിനെ കാണിക്കണം. ഉടനെ ഒരു ഡോക്ടറിനെ കാണിച്ച് അത് എന്തുകൊണ്ടാണ് ഒരു എക്സ്റേ എടുത്ത് നോക്കിയാൽ നമുക്ക് ഉള്ളിലുള്ള പല്ല് കേടുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ അടിയിൽ കേടുണ്ടെങ്കിൽ അത് മാറ്റി അടക്കുക. ഇല്ലെങ്കിൽ കേടുണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചന എന്ന് പറയുന്നത് ആ പല്ലിനെ പൾപ്പ് എന്നുള്ള ഒരു സ്ഥാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ പൾപ്പ് എന്ന് അതായത് ജീവനാടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേണം അടയ്ക്കാൻ. അത് എന്നാൽ പിന്നെ സാധാരണ അടക്കുന്ന പോലെ നമുക്ക് അടക്കാൻ പറ്റത്തില്ല. എന്നാൽ നമ്മൾ അതിലേക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്നുള്ള ഒരു പ്രൊസീജിയറിലേക്ക് വരേണ്ടി വരും. അത് കുറച്ച് ഒരു 2-3 പ്രാവശ്യം വന്ന് നമ്മൾ അത് അതിന്റെ അകത്തുള്ള വേരും അതേപോലെ തന്നെ വേദന ഉണ്ടാക്കിയ കേടും കാര്യങ്ങളെല്ലാം മാറ്റി മരുന്ന് വെച്ച് അടച്ച് അതിന്റെ മേലെ ക്യാപ്പ് എടുക്കുന്നതാണ് ഒരു ചെറിയ രീതിയിൽ പറഞ്ഞാൽ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യേണ്ടി വരും. ഏതായാലും നിങ്ങൾക്ക് ചിലപ്പോൾ ഈ അടച്ച പല്ല് അത് എടുത്തു മാറ്റിയാൽ തന്നെ വേദനയ്ക്ക് ചെറിയ രീതിയിൽ ശമനം കിട്ടാം. അങ്ങനെയാണെങ്കിൽ ഇത് അധികം ആഴത്തിൽ പോയിട്ടില്ല, നമുക്ക് സാധാരണ വീണ്ടും അടക്കാം. ഏതായാലും നിങ്ങളൊരു ഡോക്ടറിനെ കണ്ട് അതൊന്നുകൂടി ഉറപ്പുവരുത്തുക. കാര്യങ്ങൾ എന്തുകൊണ്ടാണെന്നുള്ളൊരു എക്സ്റേ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കിട്ടും. ഏതായാലും ഞാൻ ഇനി PMലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ബ്രഷ് മൂവ്മെന്റ് എങ്ങനെയാ ബെറ്റർ? ബ്രഷ് മൂവ്മെന്റ് എങ്ങനെയാ ബെറ്റർ എന്നുള്ളത് ഇപ്പൊ എനിക്കിതിരെ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും എന്നെ കൊണ്ടാവുന്നത് ഞാൻ പറയാൻ പറ്റുമെന്ന് നോക്കുക. അതായത് നമ്മൾ സാധാരണ തേക്കുന്നതായിട്ടുണ്ടെങ്കിൽ നമ്മൾ വീതിയിലാണ് അഥവാ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് നമ്മൾ പല്ല് തേക്കാറുള്ളത്. അതായത് പഠനങ്ങൾ പറയുന്നത് വേറെ രീതിയിൽ അഥവാ നമ്മൾ അങ്ങനെ ഉരം കൊടുത്ത് തേക്കാണ്ട് മൃദുലമായി തേക്കണം. അതായത് മേലും താഴേക്ക് നമ്മൾ ഗ്യാപ്പിൽ വെച്ചിട്ട് മേലെ അതിപ്പോ നിങ്ങൾക്ക് ഇതില് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തിരിയില്ല. നിങ്ങൾ ഉള്ള രീതി തേക്കുന്ന രീതി കൂടി തെറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഏതായാലും നമ്മൾ പൊതുവെ തേച്ചു വരുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ മറ്റേ വീതിയിലാണ് തേക്കാറുള്ളത്. ആ രീതിയിൽ തന്നെ തേക്കുന്നത് പ്രശ്നമില്ല. പക്ഷെ ആ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അധികം ബലം കൊടുക്കാണ്ട് തേക്കുക. തീർച്ചയായിട്ടും അറാ കൊണ്ട് തേക്കുന്ന രീതിയിൽ അതാണ് അതിൻ്റെതായ പറ്റിയ രീതി നമുക്ക്. പക്ഷെ അറാ കൊണ്ട് നമ്മൾക്ക് അതിൻ്റെതായ അൽഹംദുലില്ലാഹ് നിങ്ങൾ പറഞ്ഞ അപ്പ് ആൻഡ് ഡൗൺ ഉള്ള രീതിയിൽ ആ രീതിയിൽ വേണം തേക്കണമെങ്കിൽ നമ്മൾ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുള്ള കാര്യങ്ങൾ. അതാണ് ഏറ്റവും ബെസ്റ്റ് രീതി. നമ്മൾ ഒരിക്കലും വീതിയിൽ തേക്കാണ്ടിരിക്കുക ശ്രദ്ധിക്കുക. പക്ഷെ ഒരിക്കലും നമ്മൾ കുട്ടിക്കാലത്തുള്ള ശീലം, ഞാൻ തന്നെ മിക്ക ദിവസങ്ങളിലും വീതിയിൽ തന്നെയാണ് തേക്കുന്നത്. നമ്മൾ സമയമില്ലാത്തൊരു സമയം തേക്കുന്ന രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതെ, ഡോക്ടർ റഹ്മാൻ വി സാഹിബ് നമ്മുടെ സുഹൃത്ത് വന്നിട്ടുണ്ട്. അവരും പറഞ്ഞ രീതിയിൽ തന്നെ മുകളിൽ നിന്ന് താഴേക്ക്, താഴേന്ന് മുകളിൽ നിന്ന് മുകളിലേക്ക്, അതായത് മേലത്തെ പല്ല് തേക്കുമ്പോൾ മോണയിൽ നിന്ന് താഴേക്കും അതേപോലെ തന്നെ താഴത്തെ പല്ല് താഴത്തെ മോണിൽ നിന്ന് മേലേക്കും വേണമെങ്കിൽ തേക്കണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് വേണം. അതായത് അതിന്റെ ഇടയിൽ നിന്ന് നമുക്ക് പല്ലിന്റെ ഇടയിൽ നേരെ ബ്രഷിന്റെ നാരുകൾ കയറുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ പല്ലിന്റെ മേലെ നമ്മൾ കടിക്കുന്ന വശം വെച്ചിട്ട് പല്ല് രീതിയിൽ വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മാസങ്ങൾ ഇടവിട്ടുകൊണ്ട് മൗത്തിൽ പുണ്ണ് വരുന്നു. ഇതിന് ഒരു പ്രതിവിധി പ്രതീക്ഷിക്കുന്നു. വായ്പുണ്ണ് വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് വളരെ ഒരു നിസാരമായിട്ട് കാണേണ്ട ഒരു സംഭവമല്ല. എന്നാലും ഇതിനു വേണ്ടി ഇപ്പോഴും പല പഠനങ്ങളും നടക്കുന്ന ഒരു വിഷയമാണ്. അതിന് പല രീതിയിലും പല ചർച്ചകളും നടക്കുന്ന ഒരു വിഷയമാണ് വായ്പുണ്ണ് എന്ന് പറയുന്നത്. ഈ വായ്പുണ്ണ് കാണുന്നുണ്ടെങ്കിൽ പല കാരണങ്ങളും നമ്മൾ അതിനു വേണ്ടി പറയുന്നുണ്ട്. അതായത് രക്തക്കുറവ് മുതൽ സ്ത്രീകളിൽ മെനോപോസ് അഥവാ മെൻസസ് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിലും കണ്ടുവരുന്നുണ്ട്. അതേപോലെ എല്ലാ മാസം അവർക്ക് പീരിയഡ് സംബന്ധമായിട്ട് അതും കണ്ടുവരുന്നുണ്ട്. പിന്നെ പിള്ളേരുകളാണെങ്കിൽ നമ്മൾ പരീക്ഷ സമയത്ത് ഇല്ലെങ്കിൽ ബാക്കിയുള്ളവരാണെങ്കിൽ ജോലി സമയത്ത് ഉണ്ടാകുന്ന ടെൻഷനും കൊണ്ടും ഇത് കണ്ടുവരുന്നുണ്ട്. ചിലവർക്ക് പല മരുന്നുകൾ കഴിക്കുന്ന അതിന്റെ ഇഫക്റ്റ് ആയിക്കൊണ്ടും ഈ വായ്പുണ്ണ് കണ്ടുവരുന്നുണ്ട്. എന്തായാലും അതിനുള്ള കാരണം കണ്ടുപിടിക്കുക എന്നതാണ് നമുക്ക് ആദ്യം വേണ്ടത്. രക്തക്കുറവാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള അയൺ അല്ലെങ്കിൽ വിറ്റാമിൻ ടാബ്ലറ്റ്സ് കഴിക്കുക. പിന്നെ ഈ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടുണ്ടാവുന്നതാണെങ്കിൽ അതിനുവേണ്ടി ഇപ്പോഴും ഒരു പൂർണ്ണമായ ഒരു ശമനം നമുക്ക് അല്ലെങ്കിൽ അത് നിർത്തിവെക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് പറ്റിയിട്ടില്ല. ഈ അസുഖം, അതായത് നമ്മൾ വായ്പുണ്ണ് എന്ന് പറയുന്നത് ആഫ്റ്റർ സൾസർ എന്ന് പറയുന്ന ഒരു സംഭവം ഒരു സൈക്കോസൊമാറ്റിക് ഡിസോർഡർ. അതായത് സൈക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സ്, അത് സൊമാറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം. മനസ്സും ശരീരം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചില ഡിസോർഡറുകൾ, ചില ബുദ്ധിമുട്ട്, ചില അസുഖങ്ങളാണ്. അതിൽ പെടുന്ന ഒരു അസുഖമാണിത്. മനസ്സിന്റെ വിഷമങ്ങൾ കൊണ്ട് അഥവാ സ്ട്രെസ് റിലേറ്റഡ് എന്ന് നമ്മൾ പറയുന്ന വേറെ രീതിയിൽ പറയാണ് സ്ട്രെസ് റിലേറ്റഡ്. അതായത് സ്ട്രെസ് കൊണ്ട് നമ്മുടെ ശരീരത്തിനെ അത് ബാധിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ തന്നെ ഈ വായ്പുണ്ണ് പോലത്തെ അസുഖം ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ അതില്ലാത്ത ഒരു സാഹചര്യം, സ്ട്രെസ് റിലീവ് ചെയ്യുന്ന രീതിയിലുള്ള ആന്റി ആങ്സൈറ്റി ഡ്രഗ്സ് സ്ട്രെസ് ഉണ്ടാവാണ്ടിരിക്കുന്ന രീതിയിൽ ചെയ്യാം. പിന്നെ ഒരു മറ്റൊരു കാര്യം, ഹോർമോണൽ ചേഞ്ചസ് ആണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് അത് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലായിക്കൊണ്ട് ആ കാരണത്തെ ചികിത്സിക്കുക എന്നുള്ളതാണ് പ്രധാനം. അധികവും ഇങ്ങനെയുള്ള പ്രതീക്ഷകളിൽ ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറവായിരിക്കും. അവർക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനുവേണ്ടി തന്നെ അതിനുവേണ്ടി ഡോളോജെൽ ഇല്ലെങ്കിൽ പല ടോപ്പിക്കൽ ഓയിൻമെന്റ് പറ്റാൻ വേണ്ടി ഉണ്ട്. ആ ഓയിൻമെന്റ് പറ്റാണെങ്കിൽ അവിടെ നമുക്ക് ഒരു നംനെസ് അഥവാ തരിപ്പ് പോലെ ഫീൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ്, അതിന് വേണ്ടിയിട്ടുള്ള രീതി. അപ്പോൾ അത് നമുക്ക് ഭക്ഷണം നല്ലോണം കഴിക്കുകയും ചെയ്യാം. നമ്മുടെ ശരീരത്തിൽ അതിന്റെ ക്ഷീണം അറിയേയില്ല. നമുക്കത് ഒന്നുകൂടിയും കാര്യങ്ങൾ വ്യക്തമായിട്ട് അതിന് വായ്പുണ്ണ് മാറിയതിനു ശേഷം എന്താണ് അതിന് അസുഖം എന്നുള്ളത്. ചിലവർക്ക് അത് ചില മാസങ്ങളിലാണ് കാണുന്നത്, ചിലവർക്കാവട്ടെ ചില കാലാവസ്ഥ രീതിയിലാണ് കാണുന്നത്, ചിലവർക്ക് അത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് കാണുന്നത്, ചിലവർക്ക് അത് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലും കണ്ടുവരാം. അപ്പൊ എന്താണ് കാരണം അതനുസരിച്ചിട്ട് നമ്മൾ മാറ്റാൻ നോക്കുക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. എന്റെ പല്ല് കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 2 വർഷമായി ദുബായിലാണ്. ഇടയ്ക്ക് 3 പ്രാവശ്യം ഞാൻ ടൈറ്റാക്കി. ഇപ്പോ പല കാരണങ്ങളാൽ കൃത്യമായി ടൈറ്റാക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് നെക്സ്റ്റ് നാട്ടിൽ പോയിട്ട് കുറച്ച് നിൽക്കാം, അപ്പോൾ കറക്റ്റായി ടൈറ്റാക്കാം എന്ന് കരുതുന്നു. ഇത്രയും കാലം കമ്പിയിട്ടാൽ പല്ലിന് വലിയ പ്രശ്നം ഉണ്ടാവും.
നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്പി ഇടുന്നത് ഒരു ചെറിയ ഒരു കാര്യമല്ല. അത് പലർക്കും പല രീതിയിലാണ് ഇടുന്നത്. ചിലർക്ക് അത് 2 മാസം ഇട്ടാൽ മതി, ചിലർക്ക് അത് 6 മാസം ഇട്ടാൽ മതി, ചിലർക്കാവട്ടെ അത് 2 കൊല്ലം വരെ ഇടേണ്ടി വരും. അത് എന്തുകൊണ്ടാണ് ഇട്ടത് എന്നുള്ള അതിന് മാസം പോയിട്ട് ടൈറ്റ് ആക്കണം. അതേപോലെ ശ്രദ്ധിക്കണം. ആ ഒരു അപ്പോയിന്റ്മെന്റ് നമ്മൾ മിസ്സാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ടൈറ്റ് ആക്കാം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ കമ്പികൾ തമ്മിൽ ടൈറ്റ് ആക്കിയിട്ട് പല്ലിനെ നമ്മൾ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ടൈറ്റ് ആക്കുന്നത് നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒന്നേന്ന് വീണ്ടും തുടങ്ങേണ്ടി വരും ഒരു പ്രശ്നം. കാരണം ആ ട്രീറ്റ്മെന്റ് അതിന്റെ ടൈറ്റ്നെസ് കുറഞ്ഞു വരും, വീണ്ടും പല്ല് വീണ്ടും വികസിക്കാൻ, പല്ലിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് വരാൻ തുടങ്ങും. ഇനി അഥവാ തന്നെ ആ ടൈറ്റ് ആക്കിയത് കൂടിയിട്ടുണ്ടെങ്കിൽ ആ പല്ലിന്റെ വേരുകൾക്ക് അത് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അത് കാരണം കൊണ്ട് തന്നെ പല്ല് ആടാനും പല്ല് ചെറിയ പ്രായത്തിൽ തന്നെ പലർക്കും പറഞ്ഞ് അറിയാത്തവർ ചെയ്തിട്ട് വളരെ ടൈറ്റ് ആക്കിയത് കൂടിയിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ മൊത്തം പല്ല് ആടിയിട്ട് പോകേണ്ട ഒരവസ്ഥകളും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ചികിത്സ ഇതെന്നല്ല, ഏതൊരു ചികിത്സയാണെങ്കിൽ നമ്മളൊരു ഡോക്ടറെ അടുത്ത് ചികിത്സ ആ ഡോക്ടർ എപ്പോൾ പറയുന്നു അന്നേരം പോയിട്ട് അതാത് രീതിയിലുള്ള ചികിത്സ നമ്മൾ എന്തായാലും എടുക്കണം. അല്ല നമ്മൾ സൗകര്യത്തിന് പോയിട്ട് ചികിത്സിക്കാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പോയിട്ട് ചെയ്യുന്നത് എങ്ങനെയുള്ള ഒരിക്കലും അത് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല. ഒരിക്കലും അതൊരു പലർക്കും അത് പല സാഹചര്യം കൊണ്ട് പോകാൻ പറ്റുന്നില്ല. പക്ഷെ അത് നമ്മൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെന്റിനെ അത് വല്ലാണ്ട് ബാധിക്കും. പക്ഷെ അത് സാധാരണക്കാർ മനസ്സിലാക്കുകയില്ല. അവർ പറയാ ഡോക്ടറിന്റെ കുറ്റം എന്നുള്ള രീതിയിലായിരിക്കും പറയാ. ഏതായാലും ആവുന്നതും പെട്ടെന്ന് നിങ്ങൾ അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ചെയ്യാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഡോക്ടർ, എനിക്ക് 39 വയസ്സായി. വായ കൂടുതൽ തുറക്കുമ്പോൾ സൗണ്ട് ഉണ്ടാക്കുന്നു, തുറക്കുമ്പോഴും അടക്കുമ്പോഴും. അതായത് സൗണ്ട് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ജോയിന്റിന്റെ അവിടെ ആയിരിക്കും നിങ്ങൾ ആയിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവാം അല്ലേ? ജോയിന്റിന്റെ അവിടെ ആയിരിക്കും നിങ്ങൾക്ക് തുറക്കുമ്പോൾ അടക്കുമ്പോൾ. അതെ, അത് സൗണ്ട് ഉണ്ടാകുന്നത് ഒരു ചിലർക്ക് അത് ഇത് അധികമായിട്ട് കാണാം. അത് ഒരു പ്രായത്തിനനുസരിച്ച് ചിലർക്ക് കൂടുന്നുണ്ടാവും, ചിലർക്ക് അത് അങ്ങനെ തന്നെ കുറെ നാളുണ്ടാവും. അത് ഒരു വേദന ഇല്ല എന്നെങ്കിൽ അത് നിങ്ങൾ അധികം അതിനെക്കുറിച്ച് ബോധേഡാവേണ്ട ആവശ്യമില്ല, നിങ്ങൾ അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. അതെന്ത് സംഭവിക്കുന്ന വെച്ചെങ്കിൽ നമ്മളെ താടി എല്ലിന്റെ ജോയിന്റ് നമ്മൾ നമ്മൾ തുറക്കുന്ന സമയത്ത് അതിന്റെ ഇടയിൽ, അതായത് നമ്മളെ സ്കള്ള് അഥവാ തലയോട്ടിന്റെയും ഈ ജോയിന്റിന്റെ ഇടയിൽ ഒരു ഡിസ്ക് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിന്റെ മേലെ കൂടെയാണ് നമ്മൾ എങ്ങനെയാണ് ഡോർ തുറക്കുന്നതിന്റെ ഇടയിൽ നമുക്ക് 2 പാളി നമ്മൾ വെക്കുന്നില്ല. അതിനിപ്പോ എന്താ പറയല്, ഡോറിന്റെ ഇടയ്ക്ക് ഇപ്പൊ നമ്മൾ മറ്റേ ഡോർ തുറക്കുന്ന സമയത്ത് അതിന്റെ ബോർഡ് ഇത് ഹിഞ്ച്, അതന്നെ ഹിഞ്ച് അല്ലെങ്കിൽ വിചാരി എന്ന് പറയുന്നത്, വിചാരി വരുന്നത്. അതേപോലെ തന്നെയാണ് നമ്മളെ അതിന്റെ ഒരു മൂവ്മെന്റ് നമുക്ക് വരുന്നത്. അത് വരുന്നത് ആ മൂവ്മെന്റിന്റെ സമയം അതിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു ഡിസ്ക് ആണ് ഈ, അഥവാ വിചാരിക്ക് പകരം വരുന്ന ഒരു ഡിസ്ക് ഉണ്ട്. ആ ഡിസ്ക് ഇടയിൽ പെടുമ്പോഴാണ് ഈ സൗണ്ട് വരുന്നത്. അത് തുറക്കുമ്പോൾ വരുന്നുണ്ടെങ്കിൽ തിരിച്ച് അത് ഇടയിൽ പെട്ടിട്ട് ടക്ക് എന്ന സൗണ്ട് കേട്ട് അത് അതിന്റെ രീതിയിലേക്ക് പോവും. പിന്നെ അത് അടയ്ക്കണ സമയത്ത് വീണ്ടും അത് പഴയ പൊസിഷനിലേക്ക് വരാണ് ചെയ്യുന്നത്. ചിലർക്ക് അത് അണപ്പല്ല് പറിച്ചതിന് ശേഷം ആണ് വരുന്നതെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ പല്ലിന്റെ ക്രമത്തിന് വല്ല കുഴപ്പം പറ്റിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അതുകൊണ്ടാണെങ്കിൽ അതിനനുസരിച്ച് ചിലർക്ക് അത് അണപ്പല്ല് പോയി കഴിഞ്ഞ് അതിന്റെ പല്ലിന്റെ ക്രമം തെറ്റിയാൽ നമ്മളെ കടീന്റെ രീതി മാറും. കടീന്റെ രീതി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മളെ ബാധിക്കുക നമ്മളെ ജോയിന്റിനെയാണ്. ആ ജോയിന്റിനെ ബാധിച്ച് നമ്മൾ അതിനനുസരിച്ച് കടി മാറ്റുമ്പോൾ, നമ്മളെ ക്രമത്തിനനുസരിച്ച് നമ്മളെ കടി മാറ്റുന്ന സമയത്ത് നമ്മളെ ജോയിന്റിനെ സ്വാഭാവികമായിട്ട് അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ അതായത് കുറെ കാലം കഴിയുമ്പോൾ അതിന് ഇങ്ങനത്തെ വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത സ്റ്റേജിലേക്ക് വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കൽ അത് വേദന എന്ന് പറയാൻ തുടങ്ങും. വേദന ഉണ്ടാവും. പിന്നെ വേദന ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് വേണ്ടിയുള്ള ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പല്ലിന് ക്രമം തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഓർത്തഡോണ്ടിസ്റ്റ് അഥവാ കമ്പിയിടുന്ന ഡോക്ടറിനെ പോയി ഒരു കൺസൾട്ടേഷൻ ചെയ്യുക. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഓറൽ മെഡിസിൻ റേഡിയോളജിസ്റ്റ് അവരെ പോയി കണ്ടാലും മതി. അവരെ പോയി കണ്ടിട്ട് അതിൻ്റെതായ രീതിയിൽ എക്സ്റേ എടുത്ത് നോക്കിയിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ചികിത്സ നോക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.
അണപ്പല്ലിന്റെയും അതിനോട് ചേർന്നുള്ള പല്ലിന്റെയും ഇടയിൽ മധുരം കഴിക്കുമ്പോൾ വേദന വരുന്നു. ഡെന്റിസ്റ്റിനെ കാണിച്ചപ്പോൾ ഹോൾ ഇല്ലെന്നാ പറയുന്നത്. എന്തായിരിക്കും കാരണം? പ്രതിവിധിയും പ്ലീസ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് പല്ലിന്റെ ഇടയിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ കാരണം മനസ്സിലാവാം. രണ്ട് പല്ലിന്റെ ഇടയിൽ ഭക്ഷണം മയമക്ക ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ PM ചെയ്ത ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചിട്ട് അതിന് ഉത്തരം തന്നെയാണ് പറയുന്നത്. ഏതായാലും ഈ ഇതിലേക്ക് വരാം, വിഷയത്തിലേക്ക് വരാണെങ്കിൽ ഈ പല്ലിന്റെ അടുക്ക്, അതായത് മോണയ്ക്ക് ആണ് അവിടെ പ്രശ്നമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല്ലിന് കേടില്ലെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിന് അവിടുത്തെ മോണ, അതിന്റെ ഇടയിലുള്ള മോണയ്ക്കാണ് അതിന്റെ പ്രശ്നം. അതൊരു എക്സ്റേ എടുത്ത് ചിലപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കുടുങ്ങാറുണ്ടാവും, ബീഫ് പോലത്തെ ഭക്ഷണം. പിന്നെ നമ്മൾ മുതിർന്ന ഒരു ആൾക്കാരിൽ ഇപ്പോഴത്തെ ജനറേഷനിൽ അങ്ങനെ കണ്ടുവരാറില്ല, അധികം മുതിർന്ന ആൾക്കാരിൽ കാണുന്നതാണ് ഈ ടൂത്ത് പിക്ക് പ്രയോഗം. പലർക്കും അതില്ലെങ്കിൽ അതിന്റെ ഇത് വരില്ല, അതിന്റെ ഭക്ഷണത്തിന്റെ പൂർണ്ണ രീതി വരണമെങ്കിൽ ഒന്ന് ഒരു ടൂത്ത് പിക്ക് വേണം. ടൂത്ത് പിക്ക് കിട്ടിയില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ആ ഈർക്കിളിനെ തണ്ടെങ്കിലും അവിടെ ഒന്ന് വെക്കണം. അത് വെക്കുന്നതുകൊണ്ട് അവിടെ നമ്മൾ ഗ്യാപ്പ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഏതിനിടയിലാണെങ്കിലും നമ്മൾ അത് ഗ്യാപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനത്തെ രീതികൾ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുമ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് പോയിട്ട് ക്ലീൻ ചെയ്യുക. എന്നിട്ട് ഒരു മൗത്ത് വാഷ് യൂസ് ചെയ്താൽ മതി. ഒരു 2 ആഴ്ചക്കുള്ളിൽ അത് മതി. പുളിപ്പ് അങ്ങനത്തെ സംഭവം ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, പുളിപ്പോ അങ്ങനത്തെ സംബന്ധമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പേസ്റ്റ് ഉപയോഗിക്കാം. സെൻസോഡൈൻ പോലത്തെ പേസ്റ്റുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മൗത്ത് വാഷ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ഉറങ്ങി എണീക്കുമ്പോൾ പല്ലിൽ നിന്നും രക്തം വരുന്നു, ഇതിന് പ്രതിവിധി എന്താണ്? അപ്പോ ഇതിന് തീർച്ചയായിട്ടും അതിന്റെ അർത്ഥം നമ്മൾ പല്ലിന് നമ്മൾ സംഭവിച്ച് എന്താണ് കാരണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലും അത് പല്ലിന് സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടല്ല, മോണയിൽ നിന്ന് വരുന്ന ബുദ്ധിമുട്ടാണ്. ഈ പല്ലിന് രക്തം വരിക എന്ന് പറയുന്നത് ചിലവർക്ക് അത് പ്രമേഹം പോലത്തെ അല്ലെങ്കിൽ ശാരീരികപരമായ പ്രശ്നത്തിൽ നിന്നുണ്ടാവും. ഇല്ലെങ്കിൽ അവിടെ കൂടിയിരിക്കുന്ന കറകളോ ഇല്ലെങ്കിൽ അവിടെ കൂട്ടിയിരിക്കുന്ന കാൽക്കുലസ് അല്ലെങ്കിൽ അതുപോലുള്ള പ്രശ്നങ്ങൾ അവിടെ കൂടിയിരിക്കുന്ന അണുക്കൾ കാരണം കൊണ്ടും ഉണ്ടാവാം. ഏതായാലും നിങ്ങൾ ക്ലീൻ ആക്കിയിട്ടില്ല എന്നാണെങ്കിൽ ഒന്ന് പോയിട്ട് ഒരു മൊത്തത്തിൽ ഒരു ഡെന്റിസ്റ്റ് അടുത്ത് സമീപിച്ച് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് മാറേണ്ടതാണ്. അതായത് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഈ അണുക്കൾ കൂടുന്ന സമയത്ത് അതിനെതിരെ വരുന്ന രീതിയിലാണ് നമ്മളെ ഈ മോണ ഭാഗത്ത് വീങ്ങി വരും, അല്ലെങ്കിൽ അവിടെ തടിച്ചു വരും. ആ തടിച്ചു വരുന്ന രീതിയിൽ നിന്നാണ് ഈ ചോര വരുന്നത്. നേരെ മറിച്ച് മൊത്തത്തിൽ ആണ് ചോര വരുന്നതെങ്കിൽ അത് ഒരു പ്രമേഹത്തിന്റെ ലക്ഷണം ആയിട്ട് നമ്മൾ കരുതേണ്ടതാണ്. അപ്പൊ എന്തായാലും എങ്ങനെയാണ് എന്നിപ്പോ ഒരു ഭാഗത്ത് നിന്ന് മാത്രമാണോ അതോ ചിലർക്ക് ബ്രഷ് ചെയ്യുക മാത്രം വരുന്ന കാണാം. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അവിടെ ക്ലീൻ ചെയ്ത് നിങ്ങളൊന്ന് പോയിട്ട് ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് മൊത്തം മോണിന്റെ ഇടയിൽ ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറേണ്ടതാണ് ഇൻഷാ അല്ലാഹ്. പല്ല് ക്ലീൻ ചെയ്യുന്നത് കേടാണോ എന്നുള്ളത് ഞാൻ നേരത്തെ നമ്മൾ അത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പല്ല് ക്ലീൻ ചെയ്യുന്നത് ഒരിക്കലും ഒരു കേട് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. പല്ല് എന്തായാലും ക്ലീൻ ചെയ്യണം. ഒരു 6 മാസം ഒരിക്കൽ ഇല്ലെങ്കിൽ ഒരു കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പോയിട്ട് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ അത് മോണ പോലത്തെ മോണേനെയും പല്ലിനെ ബാധിച്ചില്ലെങ്കിൽ മോണ പോലത്തെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ രക്തം വരിക, ബ്രഷ് ചെയ്യുമ്പോൾ രക്തം വരിക, അങ്ങനത്തെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും അത് വരുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് പോയിട്ട് പല്ല് ക്ലീൻ ചെയ്യുന്നത്. പല്ല് ക്ലീൻ ചെയ്യുന്നത് ഒരിക്കലും ഒരു കേടാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. പല്ല് ക്ലീൻ ചെയ്യുന്നത് കുഴപ്പമുണ്ടോ? ക്ലീൻ ചെയ്താൽ മഞ്ഞ ആവും എന്ന് പറയുന്നത് ശരിയാണോ? അപ്പൊ ഏതായാലും ആദ്യത്തെ ഭാഗം ഞാൻ ഇപ്പോൾ ഉത്തരം പറഞ്ഞതേ ഉള്ളൂ. ക്ലീൻ ചെയ്താൽ മഞ്ഞ ആവും എന്ന് പറയുന്നത് ശരിയാണോ? ഒരിക്കലുമല്ല.
ഞാൻ നേരത്തെ പറഞ്ഞു മഞ്ഞ നിറം എന്തുകൊണ്ട് കാണുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമ്മൾ പല്ലിന്റെ ക്രമത്തിൽ ഇനാമൽ, ഡെന്റിൻ അഥവാ പൾപ്പിലാണ് നമ്മളെ ഈ ജീവനാഡിയുള്ളത്. അതേപോലെ ഡെന്റിൻ എന്ന് പറയുന്നതിനാണ് അതിന്റെ കളറാണ് മഞ്ഞ കളർ വരുന്നത്. ചിലവർക്ക് ജന്മനാൽ ഇനാമലിന്റെ കട്ടി കുറവായിരിക്കും. അപ്പോൾ തന്നെ ഇതിന്റെ റിഫ്ലക്ഷൻ കാരണം കൊണ്ട് തന്നെ പല്ലിന് മഞ്ഞ കളർ പുറത്തേക്ക് കാണും. അത് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടല്ല. നല്ല രീതിയിൽ അത് നിങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സെറാമിക് വിനീറിംഗ് അതേപോലത്തെ ഉള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് ട്രീറ്റ്മെന്റ് നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? സെറാമിക് വിനീറിംഗ് അഥവാ നമ്മളെ മേലത്തെ പല്ല് കാണുന്ന ഭാഗത്തെ ഇനാമൽ കുറച്ച് മാറ്റി കളഞ്ഞിട്ട് അവിടെ അടക്കുക. അപ്പോ അവിടെ തന്നെ നമുക്ക് പല്ലിന്റെ കളർ വന്നിട്ട് അതിനെ കൊണ്ട് കുഴപ്പമുണ്ടാവുന്നതായിരിക്കില്ല. ക്ലീൻ ചെയ്തത് ശേഷം എന്റെ സുഹൃത്തിന് മഞ്ഞായത് അത് ചിലപ്പോൾ ജസീൽ കെ.സി. സാഹിബ് പറഞ്ഞ പോലെ അത് ചിലപ്പോൾ അവിടുത്തെ അഴുക്ക് നീങ്ങിയപ്പോഴായിരിക്കും പല്ലിന്റെ ഒറിജിനൽ നിറം വന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ അത് ആദ്യം കണ്ടിട്ടുണ്ടാവാം പല്ലിന്റെ അഴുക്ക് പിടിച്ച ഭാഗം കൊണ്ട് അത് മാസ്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് മാറിയപ്പോഴായിരിക്കും പല്ലിന്റെ ഒറിജിനൽ കളർ. അത് ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ ഈ കളർ മാറുന്നത് അത് ജന്മനാൽ ചിലർക്കുണ്ട്. അതിന് ഒരു കാരണം പറയുന്നത് അതിന്റെ ഞാൻ പറഞ്ഞ പോലെ ഇനാമലിനുള്ള കട്ടി കുറവായിരിക്കും. നേരെ മറിച്ച് അത് ചില ഭക്ഷണ രീതി കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ ഫാസ്റ്റ് ഫുഡ് ഈ വായിക്കുന്ന ഭക്ഷണ രീതികൾ കൊണ്ട് നമ്മൾ പല്ലിന്റെ കളറുകൾ മാറാൻ നമ്മൾ ഈ പെപ്സി അതേപോലത്തെ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കുടിക്കുന്നതോട് കൂടെ കലോറിക് ഫുഡ്സ് കുടിക്കുന്നതോട് കൂടെ നമ്മളെ പല്ലിന് കേടുപാടുകൾ സംഭവിക്കാനും അതിന്റെ നിറം മാറാനുള്ള കാര്യങ്ങൾ സാധ്യത വളരെ അധികമാണ്. അപ്പോൾ ആ രീതിയിലാണ് ഉണ്ടായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്താൽ തീർച്ചയായിട്ടും പോകേണ്ടതാണ്. നേരെ മറിച്ച് വേറൊരു കാര്യം പറയുന്നത് എസിഡിറ്റി അഥവാ വയറ് പുകച്ചിൽ, വയറ് കാളല് അതേപോലത്തെ അസുഖങ്ങൾ കൊണ്ട് നേരെ ഗ്യാസ് അധികമായിട്ട് വരുന്നവർക്ക് പല്ലിന്റെ പിൻവശത്തുള്ള ഭാഗം മഞ്ഞയായിട്ട് കാണാം. അതും ഈ ഒരു അസുഖങ്ങൾ. അപ്പൊ അതിന് നമ്മൾ ചികിത്സിക്കേണ്ടത് എസിഡിറ്റിയാണ്. നേരെ മറിച്ച് ഇതിൽ വരുമ്പോൾ നമ്മൾ ഭക്ഷണക്രമത്തിൽ വരുത്തുന്ന മാറ്റങ്ങളാണ്. നേരെ അതിന്റെ ഒറിജിനൽ നിറം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് സെറാമിക് വിനീറിംഗ് എന്ന് പറഞ്ഞ പോലെ മേലത്തെ ഭാഗം എടുത്തു കളഞ്ഞിട്ട് അവിടെ നമുക്ക് പല്ലിന്റെ കളറിലുള്ള റെസ്റ്റോറേഷൻ അഥവാ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ ഏതായാലും ഏകദേശം കാര്യങ്ങൾ ഞാൻ ആയി. ചെറുനാരങ്ങയും ബേക്കിംഗ് സോഡയും മിക്സ് ചെയ്ത് തേച്ചാൽ പല്ല് നിറം വെക്കും എന്ന് പറയുന്നത് ശരിയാണോ? അതായത് ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് ബഫറിംഗ് ഏജന്റ് ആണ്. അതുപോലെ ചെറുനാരങ്ങ എന്ന് പറയുന്നത് സിട്രിക് ആസിഡാണ്. ഈ ആസിഡും അതേപോലെ തന്നെ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നത് നമ്മൾ ഹോം റെമഡീസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടെങ്കിലും അതിൽ ഒരു വെളുക്കും എന്ന് പറയുന്നതിൽ പല്ല് നിറം വെക്കുന്നതിൽ ഒരു തരത്തിൽ, അതായത് ഒരു പരിധി വരെ അത് ചെറുതായിട്ട് സഹായിക്കും. പക്ഷെ അത് ചെയ്യാണ്ടിരിക്കുന്നതാണ് അതിനായിട്ട് നല്ലത്. നമുക്കൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ക്ലീൻ ചെയ്താൽ തന്നെ പല്ല് നിറം വെച്ച് അതായിട്ട് പോയതാണെന്നുണ്ടെങ്കിൽ അത് പോകും. അല്ലാണ്ട് നമ്മൾ ഈ ചെറുനാരങ്ങയും ബേക്കിംഗ് സോഡയും അധികം യൂസ് ചെയ്യുന്നതിൽ കാര്യമില്ല. അതായത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറുനാരങ്ങ എന്ന് പറയുന്നത് ആസിഡുമാണ്, ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് ഒരു ബഫറിംഗ് ഏജന്റാണ്. അത് നമ്മുടെ ശരീരത്തിന് അധികം നല്ലതല്ല അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ആവുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വഅലൈക്കും സലാം. ഞാൻ ഭക്ഷണം കഴിച്ചാൽ അണപ്പല്ലിന്റെ ഇടയിൽ കയറി അണപ്പല്ലിന്റെ ഇടയിൽ കയറി ഇരിക്കുന്നു. അവിടെ അടയാൻ വല്ല വഴിയുമുണ്ടോ? ഇപ്പോ വായ അല്പം സ്മെൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ പല്ലിന്റെ ഇടയിൽ ഇരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ നിന്ന് വായനാറ്റം വരുന്നു എന്നാണ് ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും തന്നെ അതുകൊണ്ടാണെങ്കിൽ ഭക്ഷണം കയറി ഇരിക്കാനുള്ള സാഹചര്യം നിങ്ങൾ പല്ലിന്റെ ഇടയിൽ എന്തുകൊണ്ടാണ് അത് കേടാണെന്നുണ്ടെങ്കിൽ ആ കേടടക്കുക. ഇല്ലെങ്കിൽ മോണ സംബന്ധമായിട്ടുള്ള പല്ലിന്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള ചികിത്സ തേടുക.
അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടിയും കാര്യങ്ങൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതൊന്നും കുഴപ്പമൊന്നുമില്ല, കേടില്ല, പല്ലിന് ക്രമക്കേടില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യം ഭക്ഷണം കഴിച്ചാവുന്നതും പെട്ടെന്ന് ഭക്ഷണം പല്ല് തേക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ ഒരു മൗത്ത് വാഷ് എന്ന രീതിയിൽ കിട്ടും. മൗത്ത് വാഷ് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുറെ ഇതുവരെ നമ്മളെ വായനാറ്റം മാറ്റാൻ നമുക്ക് സഹായിക്കുന്നതാണ്. മോണ വന്നടയാൻ വഴിയുണ്ടോ? മോണ വന്നടയാൻ വഴിയുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായില്ല എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്നുള്ളത്. മോണ വന്നടയുന്നത് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കാട്ടോ. ഏതായാലും നമുക്ക് അടുത്ത ചോദ്യകർത്താവിലേക്ക് പോവാം. ഓക്കെ. അതായത് നിങ്ങൾ അവിടെ പല്ല് കേടായിട്ട് ക്യാപ്പ് ഇട്ടിട്ടുണ്ട്, അതിന്റെ ഇടയിൽ മോണേന്റെ ഇടയിൽ, അത് ക്യാപ്പ് ഇട്ടതിന്റെ മോണേന്റെ ഇടയിലുള്ള ഗ്യാപ്പ് കൊണ്ടാണ് ഇത് വന്നിട്ടുള്ളത്. അതിനെന്തായാലും നമ്മൾ ശ്രദ്ധിക്കണം. അത് മോണ ഇറങ്ങിയത് കൊണ്ടാണോ അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ട് അത് മോണയ്ക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സ എടുത്താൽ അത് റെഡി ആവേണ്ടതാണ്. നേരെ മറിച്ച് അത് ക്യാപ്പിന്റെ ഇട്ടതിന്റെ നീളം കുറവാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ക്യാപ്പ് ഇടേണ്ട ആവശ്യം വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ക്യാപ്പിന്റെ ഇടയിൽ ഭക്ഷണം വന്ന് കുടുങ്ങുകയും ചെയ്യും. അത് നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് അത് അവിടെ ഇരുന്നിട്ട് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിമാറും. പിന്നെ അവസാനം പല്ലെടുക്കേണ്ടി ഒരവസ്ഥയിലേക്ക് വരും. അതിനായിട്ട് മുന്നോടിയായിട്ട് നിങ്ങളൊരു ഡോക്ടറെ കണ്ട് അതിന് വേണ്ട ചികിത്സ നോക്കുക എന്നാണ്. മോണയെ കൊണ്ടാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ഒരു നോക്കിയിട്ട് മോണന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള രീതി ക്ലീൻ ചെയ്ത്, ചിലർ ഈ പെരിഡോണ്ടൽ തെറാപ്പി എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതായത് ഈ കാര്യങ്ങൾ വെച്ചിട്ട്, അതായത് അവിടെ ബോൺ ഗ്രാഫ്റ്റ് പോലത്തെ വെച്ചിട്ട് കാര്യങ്ങൾ മോണ വീണ്ടും റീജനറേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ മോണ തിരിച്ചു വരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ക്യാപ്പിന് നീളം കുറവ് ആണ് കാരണം എങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാപ്പ് രണ്ടാമത് വെക്കാൻ നോക്കുക. ഇൻഷാ അല്ലാഹ് മാറിക്കിട്ടേണ്ടതാണ്. ബ്രഷ് അമർത്തി തേച്ചാൽ പല്ല് തേഞ്ഞു പോകുമോ? കറ എങ്ങനെ പോകും? ബ്രഷ് അമർത്തി തേച്ചാൽ പല്ല് തേഞ്ഞു പോകുമോ എന്നുള്ളത് നമ്മൾ ആമുഖമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. പല്ല് ആവുന്നതും അമർത്തി തേക്കാണ്ടിരിക്കാൻ നോക്കുക. പിന്നെ പല്ല് തേക്കുമ്പോൾ നമ്മളാവുന്നതും ഈ സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് പല്ല് തേക്കാൻ നോക്കുക. ഇത് രണ്ടും കൊണ്ടും തന്നെ കുറെ പ്രശ്നങ്ങൾ, പല്ല് ബ്രഷ് തേക്കൽ അതുകൊണ്ട് തന്നെ അത് മാറ്റും. പല്ല് അമർത്തി തേച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ഹാർഡ് ബ്രഷ് യൂസ് ചെയ്തിട്ട് അമർത്തി തേച്ചാൽ പല്ലിന്റെ തേയ്മാനം എന്തായാലും മറ്റേ രീതി തേക്കുന്നതായിട്ടും കൂടുതൽ തന്നെയായിരിക്കും. പിന്നെ കറ എങ്ങനെ പോകുന്നു, കറ എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് നോക്കണം. പിന്നെ പുറമേ ഉള്ള കറയാണെങ്കിൽ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും പോയിട്ട് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറെയൊക്കെ അത് കറ മാറേണ്ടതാണ്. പിന്നെ അഥവാ കറ വന്നത് ഈ ലേഹ്യം, കഷായം പോലത്തെ അസുഖങ്ങൾ കഴിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള അത് മാറ്റാൻ അങ്ങനത്തെ രീതിയിലുള്ളത് നോക്കാം. പിന്നെ അഥവാ ഈ ഭക്ഷണ രീതി ആണെന്നുണ്ടെങ്കിൽ ഭക്ഷണം ക്രമീകരിക്കാൻ നോക്കുക. ഈ സ്മോക്കിംഗ് അല്ലെങ്കിൽ അഥവാ മൂർക്കാൻ അങ്ങനത്തെ രീതിയിൽ നിന്നിട്ടുള്ള രീതിയിൽ ഉള്ളത് കൊണ്ടാണെന്നുണ്ടെങ്കിൽ അത് നിർത്തുകയും പല്ല് ക്ലീൻ ചെയ്യാൻ, ബേസിക്കലി നമ്മൾ പല്ല് ക്ലീൻ ചെയ്യാൻ നോക്കുക. പല്ല് ക്ലീൻ ചെയ്യുന്നതിന് തന്നെ കാര്യങ്ങൾ അത് റെഡി ആവേണ്ടതാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഇടയ്ക്ക് പല്ല് തേക്കുമ്പോൾ പുളിക്കുന്നു. 1-2 ദിവസം ശേഷം അതുവരെ എല്ലാ അകത്തേക്കും മാറുന്നു. പുളിക്കുന്ന ഭാഗം പല്ല് തേഞ്ഞ് മാതിരി ഉണ്ടാകുന്നു. പിന്നീട് അത് ഓട്ടോമാറ്റിക് ശരിയാകുന്നു. എന്താണ് കാരണം? പല്ല് പുളിക്കാനുള്ള കാരണം ഏതാണെന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. പല്ല് പുളിക്കുന്നതിനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പല്ല് തേക്കുന്ന രീതി കൊണ്ടാണെങ്കിൽ അത് പല്ല് തേക്കുന്ന രീതി മാറ്റുക, നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക. അഥവാ അത് ആ രീതിയിലുള്ള സെൻസോഡൈൻ പോലത്തെ പേസ്റ്റുകൾ ഉപയോഗിച്ചിട്ട് മാറുന്നില്ല എന്നാണെങ്കിൽ അത് ആ ഭാഗത്ത് നമ്മൾ അടച്ചിട്ട് കാര്യങ്ങൾ റെഡിയാക്കുന്നത്. നേരെ മറിച്ച് പല്ല് പുളിക്കാൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മോണ
മാറുക എന്നുള്ളതാണ്. ആ മോണ ഇറങ്ങിയിട്ട് അതിന്റെ വേരുകൾ പുറത്തു നിന്നിട്ട് അതിലൂടെ ആവാം നിങ്ങൾക്ക് വേറൊരു കാരണത്തിൽ പല്ല് പൊളിക്കാനുണ്ടാവുന്ന സാഹചര്യം. ഏതായാലും നിങ്ങൾ രണ്ട് രീതിയിലാണെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ ഈ പേസ്റ്റ് ഉപയോഗിക്കുക, സെൻസോഡൈൻ പോലത്തെ പേസ്റ്റ് ഉപയോഗിച്ച് നോക്കുക. അത് പല്ല് പുളിപ്പ് മാറിയെങ്കിൽ ഒരു 2 ആഴ്ച ഉപയോഗിച്ചിട്ട് മാറുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ അത് പല്ല് തേച്ച രീതിയിൽ ഉള്ള ബുദ്ധിമുട്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള പല്ല് സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്യുക എന്നിട്ട് മാത്രമല്ല ബാക്കിയുള്ള പല്ല് തേക്കുന്ന രീതിയിൽ ചെറിയ മാറ്റം വരുത്തും. നേരത്തെ പറഞ്ഞ പോലെ മോണയിൽ നിന്ന് താഴോട്ട് ഉള്ള രീതിയിൽ അങ്ങനത്തെ ഉള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യുക. അങ്ങനത്തെ രീതിയിൽ ബ്രഷ് തേക്കുക. മാത്രമല്ല നമ്മൾ അമർത്തി തേക്കാണ്ട് മൃദുലമായിട്ട് പല്ല് തേക്കുക എന്നും കൂടി ശ്രദ്ധിക്കുക. ഞാൻ റൂട്ട് കനാൽ ചെയ്ത് ടോപ്പ് ഇട്ടിട്ട് ഇപ്പോൾ ചില സമയത്ത് വേദന ഉണ്ടാക്കുന്നു. ചൂടുവെള്ളം കുടിക്കുമ്പോൾ ആണ് കൂടുതൽ ബുദ്ധിമുട്ട്. വെള്ളം ഉള്ളിലേക്ക് കടന്നത് കൊണ്ടാണോ? റൂട്ട് കനാൽ ചെയ്ത പല്ലിന് ഒരിക്കൽ, അതായത് നല്ല രീതിയിൽ റൂട്ട് കനാൽ ചെയ്ത പല്ലാണെങ്കിൽ അതിന് ഒരു ബുദ്ധിമുട്ടും അഥവാ നമ്മൾ ഒന്നും അറിയില്ല. കാരണം നമ്മൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റൂട്ട് കനാൽ എന്ന് നമ്മൾ എന്തുകൊണ്ടാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വേര് എടുത്തു കളഞ്ഞിട്ടാണ് നമ്മൾ ചികിത്സിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ആ പല്ലിന് നമ്മൾ എന്ത് തന്നെ ചെയ്താലും ആ പല്ലിന് അതിന് വേണ്ട നെർവ്സ് അല്ലെങ്കിൽ അതിന് വേണ്ട ബ്ലഡ് സപ്ലൈ ഒന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പോൾ അത് ചെയ്ത രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അത് ചെയ്ത രീതിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വീണ്ടും മാറ്റി ചെയ്യേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമാണ് ഉള്ളത്. ഇനി അഥവാ അതല്ല കുഴപ്പം എന്നെങ്കിൽ അതിന്റെ അടുത്തുള്ള പല്ലിനെ കൊണ്ടാവാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒന്ന്. ഇല്ലെങ്കിൽ ആ പല്ലിന്റെ തന്നെ ന്റെ പ്രശ്നം കൊണ്ടാവാം നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ഏതായാലും ശരി, നിങ്ങളൊരു ഡെന്റിസ്റ്റിനെ കണ്ട് ആ റൂട്ട് കനാലിന് ചെയ്ത പല്ലിന് ഒരു എക്സ്റേ എടുത്ത് നോക്കിയാൽ ഉള്ളിൽ ചെയ്ത വേരിന്റെ മരുന്ന് വെച്ച് അടച്ച രീതി ശരിയാണോ ഇല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അഥവാ മാത്രമല്ല അതിനടുത്തുള്ള പല്ലുകൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും നമുക്ക് അറിയാൻ പറ്റും. വേറെ രീതിയിൽ നമുക്ക് മോണയ്ക്കാണ് അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഏതായാലും അതിന് വേണ്ട രീതി ഇങ്ങനെ പോയിട്ട് ഒരു എക്സ്റേ എടുത്ത് നോക്കിയാൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെതായ പരിഹാരം നമുക്ക് കാണാൻ പറ്റേണ്ടതാണ്. അതെ, നിങ്ങൾ നേരത്തെ ചോദിച്ചിരുന്ന ചോദ്യം, അതായത് ഇടവിട്ട് വായ്പുണ്ണ് വരുന്നു എന്നതുകൊണ്ടാണ്. അതായത് വായ്പുണ്ണ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ആ പല്ല് വരുന്നത്, വായ്പുണ്ണ് വരുന്നത് അത് നേരെ മറിച്ച് നമ്മൾ ടെൻഷൻ കൊണ്ടാണോ, അല്ലെങ്കിൽ ഈ സ്ത്രീകളാണെങ്കിൽ അവരെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണോ, അല്ലെങ്കിൽ വേറെ സാഹചര്യത്തിന്റെ മറ്റേ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രഷർ അങ്ങനത്തെ രീതി ആയതുകൊണ്ടാവാം. പല രീതികൾ കൊണ്ടാകും നമുക്ക് വായ്പുണ്ണ് വരുന്നത്. ചിലർക്ക് തന്നെ ഞാൻ നേരത്തെ ഇതിനെക്കുറിച്ച് പറഞ്ഞു, ഇതിനെ പെടുത്തുന്നത് സൈക്കോസൊമാറ്റിക് ഡിസോർഡർ ആണ്. അതായത് മനസ്സും ശരീരവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചില അസുഖങ്ങളിൽ വരുന്ന ഒരു അസുഖമാണ് ഈ സൈക്കോസൊമാറ്റിക് ഡിസോർഡർ. നമ്മൾ ഇതിന് മെയിനായിട്ട് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഇപ്പോഴത്തെ നിലയിൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അതിന് വേണ്ടത് വരുന്നത് ഡോളോജെൽ, ഇല്ലെങ്കിൽ അത് സംബന്ധമായിട്ടുള്ള അതിന് മേലെ ഭക്ഷണം കഴിക്കുന്നത് ഒരു 5 മിനിറ്റ് മുമ്പായിട്ട് ഡോളോജെൽ പോലത്തെ ജെല്ല് മേടിച്ച് നമുക്ക് അതിന്റെ മേലെ പുരട്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് മാത്രം പുരട്ടാൻ ശ്രദ്ധിക്കുക. കാരണം അത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നംനെസ് ഉണ്ടാവും. അതുകൊണ്ട് അതായത് നമുക്ക് തൊട്ടാൽ അറിയില്ല എന്താണ് അവിടെ മരവിച്ച പോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും. പിന്നെ ഇത് വായ്പുണ്ണ് വരാൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പിന്നെ ശരീരത്തിന് രക്തത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു കാരണമായിട്ട് നമുക്ക് വായ്പുണ്ണ്. പിന്നെ ചില പേസ്റ്റുകൾ ഉപയോഗിച്ച് ചിലവർക്ക് ഉണ്ടാവാം. പേസ്റ്റ് മാറ്റി നോക്കാം നിങ്ങൾക്ക്. അത് പേസ്റ്റ് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കാം എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളത്.
അല്ലാണ്ട് പേസ്റ്റ് ഉപയോഗിച്ചതുകൊണ്ട് വളരെ കുറവ് ആൾക്കാർക്കാണ്. ചിലർക്ക് അതിനുള്ള കെമിക്കൽ പറ്റാത്തത് കൊണ്ട് പുകച്ചില്, വായ്പുണ്ണ് പോലത്തെ, ചിലർക്ക് ചില മരുന്നുകൾ പിടിക്കില്ല എന്ന് പറയുന്ന പോലെ അതിലുള്ള കെമിക്കലുകൾ തന്നെയാണ് പേസ്റ്റിലും വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് പേസ്റ്റുകൾക്ക് ചില ശരീരത്തിന് പിടിക്കൂല. അപ്പൊ നിങ്ങൾക്കൊന്ന് പേസ്റ്റ് മാറ്റിയിട്ട് ഒന്ന് നോക്കാം. ആവുന്നതും മറ്റേ മെന്തോൾ പോലത്തെ അധികം മൃദുലമായ പേസ്റ്റുകൾ ഉപയോഗിക്കുക. അധികം സ്ട്രോങ് ആയിട്ടുള്ള പേസ്റ്റ് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് മാറേണ്ടതാണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അടിയിലെ മിക്ക പല്ലുകൾക്കും ഇളക്കുന്നുണ്ട്, തരിപ്പുമുണ്ട്, കിടപ്പുമുണ്ടാവാറുണ്ട്. വായിലും നാവിലും ബ്രഷ് തട്ടിയാൽ ഇൻഫെക്ഷൻ വരുന്നു. മൗത്ത് വാഷ് ഉപയോഗിച്ചാൽ മാറുമോ? അടിയിലെ മിക്ക പല്ലും ഇളകുന്നുണ്ട്, തലിപ്പും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് മൊത്തത്തിൽ താഴത്തെ പല്ലിന് കേടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പല്ലിന് മൗത്ത് വാഷ് ഉപയോഗിച്ചാൽ ഒരിക്കലും ആ പല്ലിന്റെ കേട്, ഇളക്കം എന്തുകൊണ്ടുണ്ടായി എന്നാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ആ പല്ലിന് ഈ പ്രമേഹം പോലത്തെ അസുഖങ്ങൾ കൊണ്ട് നമുക്ക് പല്ലിന് കേടുണ്ടാവാം. അപ്പൊ അത് ആണ് കാരണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ചികിത്സ എന്തായാലും തേടേണ്ടതാണ്. തീർച്ചയായിട്ടും മോണക്ക് വേണ്ടിയുള്ള ചികിത്സയും നോക്കണം. ഈ പല്ല് കേട് അഥവാ ബോൺ അഥവാ അതിന്റെ എല്ല് ദ്രവിച്ചു പോവുക, കൂടെ തന്നെ മോണൻ താഴ്ന്നു പോവുക ആണ് സംഭവിക്കുന്നത്. അത് കാരണത്താലാണ് നമുക്ക് പല്ല് ആടുന്നത്. ഈ ചിലവർക്ക് പല്ല് ആടുന്നത് ഈ എന്തെങ്കിലും തട്ടിയിട്ടോ മുട്ടിയിട്ടോ അത് കാരണം കൊണ്ടും പല്ല് ആടാവുന്നതാണ്. അപ്പൊ എന്തുകൊണ്ട് പല്ല് ആടുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഈ പ്രമേഹമുള്ളവർ പ്രത്യേകിച്ച് ഈ രീതിയിലുള്ള അസുഖങ്ങൾ, മോണപരമായിട്ടുള്ള അസുഖങ്ങൾ പ്രത്യേകിച്ച് കണ്ടുവരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മൾ പ്രത്യേകം പ്രമേഹം ആദ്യം കൺട്രോൾ ചെയ്യുക എന്നതാണ് ആദ്യം വേണ്ടത്. കൂടാതെ നമുക്ക് മോണയ്ക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സ തേടുക. എന്നിട്ട് മാത്രമേ നമ്മൾ മൗത്ത് വാഷ് ഉപയോഗിച്ചാൽ അത് മാറുകയുള്ളൂ. വെറും മൗത്ത് വാഷ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറാൻ ചാൻസ് കുറവായിരിക്കും. ഡോക്ടർ, 40 കഴിഞ്ഞ ഫീമെയിൽസിന് അധികം പൊങ്ങാത്ത പല്ലിന് ക്ലിപ്പ് ഇടാമോ? ക്ലിപ്പ് ഇടുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മൾ പിള്ളേരുകളിൽ തന്നെ നമ്മൾ ക്ലിപ്പ് ഇടുകയാണെങ്കിൽ തന്നെ എല്ലാ പല്ലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല്ല് വന്നാൽ മാത്രം പോരാ, അതിന്റെ വേരും കൂടി കംപ്ലീറ്റ് ആയതിനു ശേഷം പല്ലിടുന്നതിൽ അല്ലെങ്കിൽ ക്ലിപ്പ് ഇടുന്നതിൽ കാര്യമുള്ളൂ. പിന്നെ വേറെ കാര്യം, 40 കഴിഞ്ഞ പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഇടുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എല്ലാ പല്ലും അതേപോലെ ഉണ്ടെന്നും അതേപോലെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നും ആ എല്ലിന് ബലമുണ്ടെന്നുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ആദ്യം നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അതിനെ ഒരു എക്സ്റേ എടുത്ത്, മൊത്തത്തിലുള്ള ഒരു എക്സ്റേ എടുത്ത് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ആ പല്ല് സപ്പോർട്ട് ചെയ്യുന്ന എല്ല് എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. അത് നീക്കിയിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം അത് സക്സസ് റേറ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അതിനാൽ മാത്രമേ അത് പറയാൻ പറ്റൂ. ഏതായാലും നിങ്ങളൊരു ഓർത്തഡോണ്ടിസ്റ്റിനെ പോയിട്ട് നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു അഭിപ്രായം എടുക്കുക എങ്ങനെയാണെന്നുള്ളത്. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നം മാറേണ്ടതാണ്. അൽഹംദുലില്ലാഹ്, എന്തായാലും ഞാൻ പ്രതീക്ഷനേറ്റവും ഇഷ്ടംപോലെ ചോദ്യം ഉത്തരവും കാര്യങ്ങളൊക്കെ വന്ന് എന്നെക്കൊണ്ടാവും വിധം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെതായ ഉത്തരങ്ങൾ തരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏതായാലും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പൊ ഏതായാലും മണി 9:30 അടുത്ത ആരെങ്കിലും മൈക്കിൽ വരുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഏതായാലും ഇത്രയും നമ്മൾ കേട്ടതും പറഞ്ഞതെല്ലാം പഠിച്ചൊരു നല്ലൊരു അനുഗ്രഹമായിട്ട് കബൂലാക്കട്ടെ. എല്ലാവരും ദുആ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.